കാണാത്തവരെ കണ്ട കൗതുകം പങ്കുവെക്കുന്ന ചടങ്ങുകളായിട്ടാണ് പലപ്പോഴും പല കുടുംബ സംഘങ്ങളും മാറാറുള്ളത്. ആ സന്തോഷം പങ്കുവെക്കലിനിടയിൽ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇവിടെ രാവിലെ മുതൽ നടന്ന ഓരോ പ്രസംഗങ്ങളും വളരെ അച്ചടക്കത്തോടുകൂടി കേൾക്കുന്ന ഒരു നല്ല സദസ്സാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ കൈതകത്ത് കുടുംബ സംഗമം വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷം. ഉച്ചയ്ക്ക് ശേഷം ചോറ് തിന്നതിൻ്റെ തിരക്കിലായിരിക്കണം ആ അച്ചടക്കം ഇല്ലാന്ന് തോന്നുന്നു. ആ പരന്ന് നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുട്ടിച്ചിറയിലെ തലപ്പാറ മുതൽ അന്തമാൻ നിക്കോബർ ദ്വീപുകളിൽ വരെ പരന്നു കിടക്കുന്ന കുടുംബമാണ് കൈതകത്ത് കുടുംബം. കടലിൻ്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നടുക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന 4 ഭാഗം കടലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട, വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട അന്തമാൻ നിക്കോബർ ദ്വീപുകളിൽ ചെന്നാൽ കുറെ പേരുകൾ കാണാം. വേങ്ങര, ചേളാരി, വെളിമുക്ക്, വണ്ടൂര്, അങ്ങ് അകലെ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആ ദ്വീപുകളിൽ ധാരാളം പേർ സംസാരിക്കുന്ന ഭാഷയും ദ്വീപ് ഭാഷയല്ല, മലയാള ഭാഷ. ആ കൂട്ടത്തിൽ വെളിമുക്ക് എന്ന് പേരിട്ട് കുറെ ചെറിയൊരു ഗ്രാമവും അവിടെ മലയാളം സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെയും കാണാം. അവരോട് കുടുംബ പേര് ചോദിച്ചാൽ അവർ പറയുന്ന പേര് കൈതകത്ത് എന്നാണ്. എങ്ങനെയാണ് അന്തമാൻ നിക്കോബർ ദ്വീപിലെത്തിയെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ നാട് കടത്തിയതാണ്. ലക്ഷദ്വീപിന്റെ ദ്വീപ് സമൂഹങ്ങളിൽ അമിനി ദ്വീപിലും അതേപോലുള്ള കടവത്ത് ദ്വീപിലൊക്കെ കൈതകത്ത് കുടുംബക്കാരുണ്ട്. ഇപ്പോ ഇവിടെ കാരണവന്മാരിങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ്, എല്ലാവരും വിളിച്ചു കൂട്ടിയത്. ശരിക്കും ഇവിടെ എത്തിയിട്ടില്ല. എത്തിയിരുന്നെങ്കിൽ ഈ ഹാള് മതിയാകുമായിരുന്നില്ല. അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അന്തമാൻ നിക്കോബർ ദ്വീപിലേക്ക് പ്രത്യേക പെർമിഷനൊക്കെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിയിട്ട് പോകണം. ലക്ഷദ്വീപിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരെയും കൂടി ഇതിലേക്ക് പങ്കെടുപ്പിച്ചാൽ യഥാർത്ഥത്തിൽ കൈതകത്ത് കുടുംബത്തിന്റെ ഈ മഹാസംഗമം പൂർത്തിയാവുക. ഇപ്പോൾ തന്നെ ഇവരെ സംഘടിപ്പിച്ചെടുക്കാനുള്ള പ്രയാസങ്ങൾ വയനാട്ടിലും പട്ടാമ്പിയിലും മലപ്പുറം ജില്ലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ പരന്നു കിടക്കുന്ന കുടുംബാംഗങ്ങളെ പലരൊക്കെ വിചാരിച്ച് ഞങ്ങൾ വരെ ഈ പ്രദേശത്തിൽ 5 ആളേ ഉള്ളൂ എന്നാണ് പല കുടുംബത്തിന്റെ വിശ്വാസം. നിലമ്പൂരിലും വയനാട്ടിലൊക്കെ കിടക്കുന്ന 5 or 6 കുടുംബങ്ങളുടെ വിശ്വാസം അതാണ്. ഈ കൈതകത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ ചിതറിപ്പോകാൻ ചില കാരണങ്ങളുണ്ട്. ചിലത് ബ്രിട്ടീഷുകാർ നാട് കടത്തിയതാണ്. ചിലര് ഇവിടുത്തെ കലാപങ്ങളെ കൊണ്ട് ഓടിപ്പോയവരാണ്. ചില ആൾക്കാർ കൃഷിക്ക് വേണ്ടി നാടുവിട്ടവരാണ്. മറ്റു ചില ആൾക്കാർ ജീവിതത്തിന്റെ പല കാരണങ്ങളാൽ ജീവിതം തേടിയുള്ള യാത്രയിൽ പലയിടത്തും എത്തിപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് കൈതകത്ത് കുടുംബത്തിന്റെ മാത്രം ചിത്രമല്ല. ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ കൈതകത്ത് കുടുംബത്തെ വേറിട്ട് നിർത്തുന്ന ഒരു പോരിഷൻ, അത് ഞാൻ കണ്ടെത്തുന്നത് മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചരിത്രം പറയാൻ വേണ്ടി, ആ ചരിത്രം ഒന്ന് പഠിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഏൽപ്പിച്ചപ്പോൾ ആ ചരിത്രം പഠിച്ചപ്പോഴാണ് മറ്റു കുടുംബങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത
കൈതകത്ത് കുടുംബത്തിനുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന തലപ്പാറയിലും മുട്ടിച്ചിറയിലുമായിട്ട് താമസിക്കുന്നവർക്ക് പോലും യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെളിമുക്ക് അങ്ങാടിയിൽ നിന്ന് ഏറെക്കുറെ മൂന്നിയൂര് ഭാഗങ്ങൾ വരെ ഇന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന കുടുംബ പേര് കൈതകത്താണ്. പക്ഷെ ആ കൂട്ടത്തില് കൈതകത്ത് പള്ളിയാളി, കൈതകത്ത് എണ്ണക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ താമസിക്കുന്ന പറമ്പിന്റെ വ്യത്യസ്തം അനുസരിച്ച് ഒരു കൂട്ടിച്ചേർക്കലുണ്ടാവും. ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കൈതകത്തേരാണ്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, വളരെ ധീരരായ മതവിശ്വാസത്തിൽ കണിദിശ പുലർത്തിയിരുന്ന നല്ല കുടുംബാംഗങ്ങളുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട് കൈതകത്ത് കുടുംബത്തിന്. നിങ്ങൾക്കറിയോന്നറിയില്ല, മമ്പ്രം തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ കൈതകത്തുകാരെ ഓർത്തേ പറ്റൂ. നിർഭാഗ്യവശാല് ഇതൊന്ന് എഴുതി വെക്കാനും അത് ചരിത്രമാക്കാനൊന്നും ആർക്കും സാധിക്കാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. മമ്പ്രം തങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം കൈതകത്ത് കുടുംബമാണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളിൽ നിന്ന് ആത്മീയത ഉൾക്കൊണ്ട, മതം ഉൾക്കൊണ്ട ഒരു വിഭാഗമാണ് കൈതകത്ത് കുടുംബം എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. മമ്പുറത്തെ മണ്ണിലേക്ക്, മമ്പുറത്തെ മക്കാമിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മമ്പുറത്തെ തങ്ങൾ ഓർക്കുന്നതോടുകൂടി തന്നെ ഇന്ന് ജീവിക്കുന്ന പേരക്കുട്ടികൾ ഓർക്കേണ്ടത്, ഈ മണ്ണിൽ ഞങ്ങളുടെ വല്യപ്പന്മാർ കാലുകുത്തിയിരുന്നു. മമ്പുറം തങ്ങൾ താമസിച്ചിരുന്ന ആ ഓലമേഞ്ഞ വീട് ഇപ്പോഴും മമ്പുറത്തുണ്ടല്ലോ. അതിൻ്റെ തിട്ടയിൽ അതിൻ്റെ ഒരു ഉയർത്തിവെച്ച ഒരു മൺതിട്ടുണ്ട്. അതിന് പഴയ പേരൊക്കെ വേറെയാണ്. ആ തറയിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ വല്യപ്പമാർ നാടിനെപ്പറ്റി, ദീനിനെപ്പറ്റി, പള്ളിനെപ്പറ്റി മമ്പുറത്തെ തങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നിങ്ങളെ കയ്യിൽ ഇപ്പൊ നിലനിൽക്കുന്ന ദീന് മമ്പുറം തങ്ങളിലൂടെ കൈമാറി വന്ന ദീനാണ്. അതുകൊണ്ട് മമ്പുറത്തെ തങ്ങളെ ഓർക്കുമ്പോഴും അവിടെ സിയാറത്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഫാത്തിഹ ഓതുമ്പോഴും ഒരു ഫാത്തിഹ നിങ്ങളുടെ വല്യപ്പന്മാർക്കും കൂടി നിങ്ങൾ ഓതിയിരിക്കണം. അത്രയ്ക്കും ബന്ധമുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് മമ്പുറത്തെ തങ്ങളുമായി. ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ പേടിച്ച വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, അത് ടിപ്പു സുൽത്താനാണ്. കാരണം ടിപ്പു സുൽത്താന്റെ ധീരതയെക്കുറിച്ച് നമ്മൾ കേൾക്കാത്ത എത്രയോ കാര്യങ്ങൾ ഇനി കേൾക്കാനിരിക്കുകയാണ്. വർഗീയവാദി, സമുദായത്തെ ഭിന്നിപ്പിച്ചവൻ, ക്ഷേത്രം പൊളിച്ചവൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് അനാവശ്യമായ കുറെ പരാമർശങ്ങൾക്കിടയിലും ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആവേശഭരിതരമായി പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവസാനത്തെ രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മീർ സാദിഖും പൂർണ്ണയും രണ്ട് മന്ത്രിമാർ ചതിച്ചിട്ട് രഹസ്യവാതിലുകൾ ബ്രിട്ടീഷുകാർക്ക് തുറന്നിട്ട് കൊടുത്തപ്പോ ആ രഹസ്യവാതിലുകളുടെ കൊട്ടാരത്തിനകത്തേക്ക് കയറി വന്ന ബ്രിട്ടീഷുകാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടിപ്പു സുൽത്താനെതിരെ പിൻഭാഗത്ത് നിന്ന് നിറയൊഴിച്ചപ്പോ വെടിയേറ്റ് വീഴുന്നതിന് പകരം ഒന്ന് ആഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് നെഞ്ചിൽ തറച്ച, പിൻഭാഗത്തിൽ നിന്ന് തറച്ച വെടിയുണ്ട നെഞ്ചിന്റെ അതിർത്തി വരെ വന്നു നിന്നിട്ടും ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് 17 പേര് വെട്ടിക്കൊന്ന ധീരനായ ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താന് ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് നിങ്ങളെ കാരണവന്മാർ. മൈസൂരിലേക്ക് കൊണ്ടുപോയിട്ടല്ല, പഠിക്കൽ എന്ന സ്ഥലം അത് പിന്നുണ്ടായതാണ്, വെളിമുക്കിന്റെ ഭാഗമാണ്.
വെളിമുക്ക് ജുമാഅത്ത് മഹലിന്റെ ഭാഗമാണ് പടിക്കൽ. ആ പടിക്കൽ കരണയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കാരണന്മാർക്കൊക്കെ അറിയും. വളരെ പ്രസിദ്ധമായ പഴയ പള്ളിയാണ്. ഇന്നത് പൊളിച്ചൊക്കെ മാറ്റി പുതിയ പള്ളിയാക്കി. ആ പഴയ പള്ളിയിൽ നമുക്കറിയാവുന്ന, നമ്മുടെ പഴയ കാരണന്മാർക്കറിയാവുന്ന പള്ളി എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടില് കൂറശല്യം ഉണ്ടാകുമ്പോൾ, എലിശല്യം ഉണ്ടാകുമ്പോൾ, പാറ്റശല്യം ഉണ്ടാകുമ്പോൾ, ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകുമ്പോൾ എല്ലാ ശല്യങ്ങളും മാറാൻ വേണ്ടി ഒരു ലേശം മണ്ണെണ്ണ, ഒരു തീപ്പെട്ടി, ഇത് രണ്ടും കരണീല പള്ളിയിലേക്ക് നേർച്ചേർന്നാൽ ഈ സാധനം പിന്നെ അവിടെ ഉണ്ടാവില്ല എന്നാണ് കണക്ക്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കാരണന്മാരോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ആ പള്ളി ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനും കുറച്ച് സമയത്ത് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. ആ പള്ളിയിലേക്ക് ഇറങ്ങുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അകത്ത് ചെറിയൊരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ മാസാമാസം തുറക്കുമ്പോൾ 3000, 4000, 5000 റുപ്യ ഉണ്ടാവും. മുട്ടിച്ചിറ പള്ളിയിലെ ഭണ്ഡാരത്തിൽ പൈസ വരുന്നതിന് കാരണമുണ്ട്. അവിടെ ബസ്സും ലോറിയും ഒക്കെ പോകുന്നവരിടുന്നുണ്ട്. ധാരാളം യാത്രക്കാർ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കരണീല പള്ളിക്ക് പോകുന്നതും വരുന്നതും ആരും കാണില്ല. എന്നിട്ടും ആ പെട്ടിയിൽ 5000-ഓളം വരുന്ന രൂപ മാസം രൂപപ്പെടുന്നത് നേർച്ചകളാണ്. അവിടേക്ക് നേർച്ച ചേർന്നാൽ ഫലം ഉറപ്പാണ്. പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയാൽ സാധാരണയിലും കവിഞ്ഞ വലിപ്പമുള്ള കബറുകൾ കാണാം. അവിടെ കുറെ വലിപ്പത്തിൽ നീളത്തിൽ കിടക്കുന്ന കബറുകൾ. ആ കബർ നീട്ടിയതൊന്നുമല്ല. നമ്മുടെയൊക്കെ പഴയ ആൾക്കാർക്ക് നല്ല ആയം നോട്ടുള്ള മനുഷ്യന്മാരായിരുന്നു. അവരുടെ കബറുകൾ കാണാം. പ്രസിദ്ധരായ ആരൊക്കെയോ കിടന്ന ആ കരണീല പള്ളിയിൽ പാലക്കാട്ടേക്കുള്ള പ്രയാണത്തിനിടയിൽ ടിപ്പു സുൽത്താൻ വിശ്രമിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമാണ് കരണീല പള്ളി. ടിപ്പു സുൽത്താൻ അവിടെ എത്തിയപ്പോ വിളിച്ചു വരുത്ത 2 കുടുംബമാണ് കാട്ടിപ്പരുത്തി കുരുക്കന്മാരും കൈതകത്ത് മൂപ്പന്മാർ. കൈതകത്തെ പഴയ കാരണവന്മാര് ടിപ്പു സുൽത്താനെ കാണുകയും അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണത്തിനാവശ്യമായ വാഴക്കുല, ചേമ്പ്, ചേന തുടങ്ങിയ സാധനങ്ങൾ എത്തിച്ചതായിട്ട് ഒരു വാമൊഴിയുണ്ട്. വരമൊഴിയിൽ എവിടെയും കാണാനില്ല. നമ്മൾ എഴുതി വെക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ചില കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ കിട്ടും. ഞാൻ മുട്ടിച്ചിറയിൽ പല വീടുകളിലും പോയി. ജീവിച്ചിരിക്കുന്ന കാരണന്മാരെ പലരെയും പോയി കണ്ടു. പലർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതൊക്കെ ഒരാളിൽ നിന്ന് കേട്ട് വന്നതാണ്. എന്റെ കയ്യിൽ ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്നത് കേട്ട കഥകളല്ല, ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് ആധികാരികത ഉണ്ട് എന്ന് വിശ്വാസരിക്കും. പക്ഷേ ടിപ്പു സുൽത്താൻ ഈ കരണീൽ പള്ളിയിൽ വന്ന് വിശ്രമിച്ചതും അവിടേക്ക് കൈതകത്ത് കുടുംബവും കാട്ടിപ്പരുത്തി ഗുരുക്കന്മാർ ചെന്നതും വാമൊഴികളാണ്. അതിന് യാഥാർത്ഥ്യം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയും. ഏതായിരുന്നാലും ടിപ്പു സുൽത്താനിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള സീരിയലുകൾ കാണുമ്പോൾ, ടിപ്പു സുൽത്താന്റെ ചരിത്രം ടിവിയിൽ കാണുമ്പോൾ, ആ ടിപ്പു സുൽത്താന്റെ ചരിത്രത്തോടൊപ്പം നിങ്ങൾ വായിക്കുന്ന ഒരു കാര്യം, പടച്ച റബ്ബേ, ഞങ്ങളുടെ വല്യപ്പന്മാരൊപ്പം നിന്നൊരു മനുഷ്യനാണല്ലോ ഈ ടിപ്പു സുൽത്താൻ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ചങ്കൂറ്റം കാണിക്കാനുള്ള പ്രാപ്തി നിങ്ങൾ കൈവരിക്കുകയും വേണം. കാരണം ബ്രിട്ടീഷുകാരന്റെ അവസാനത്തെ വെടിയുടെ ഘട്ടത്തിൽ പോലും എഴുന്നേറ്റുന്നുകൊണ്ട് എലിയായിട്ട് 1000 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പുലിയായിട്ട് ഒരു നിമിഷം ജീവിക്കുകയാണെന്ന് പറഞ്ഞ ആ ടിപ്പു സുൽത്താൻ ഭക്ഷണം എത്തിച്ചു കൊടുത്ത പോരിശയുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ. അപ്പൊ 2. ഇനി മൂന്നാമത് ഓർക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട യാഹൂൻ തങ്ങളാണ്. വെട്ടത്ത് പുതിയങ്ങാടി BP അങ്ങാടിയിൽ മറവട്ട് കിടക്കുന്ന യാഹൂൻ തങ്ങൾ. ഈ യാഹൂൻ തങ്ങള് ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളുടെ ഗുരുശിഷ്യ ബന്ധത്തിൽ നിലനിൽക്കുന്ന വലിയ മഹാനാണ്. ആ യാഹൂൻ തങ്ങളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന വിഭാഗമാണ് കൈതകത്ത് കുടുംബം. കാരണം യാഹൂൻ തങ്ങള് മമ്പ്രത്തെ തങ്ങളെ കാണാൻ വന്നാൽ യാഹൂൻ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ നാട്ടിലെ കാരണവന്മാരുടെ പതിവായിരുന്നു. അക്കൂട്ടത്തിൽ പലഹാരവും ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു കൈതകത്ത് കുടുംബം. ചുരുക്കി പറയാണ്. ഇനി മറ്റൊരാള് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമ്മർ ഖാദി.
മുട്ടിച്ചിറ ശുഹദാക്കൾ വെറുതെ രൂപപ്പെട്ടതല്ല. മുട്ടിച്ചിറ ശുഹദാക്കളിലേക്ക് ആ ധൈര്യം പകരാൻ ഈ പറഞ്ഞ മഹാരഥന്മാരുടെ ബന്ധങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആരാ? വെളിയങ്കോട് ഉമർ ഖാദി. വെളിയങ്കോട് ഉമർ ഖാദിയാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്കിനി നിധി തരില്ല എന്ന് പ്രഖ്യാപിച്ച ഒന്നാമത്തെ പുരുഷൻ. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പകിട്ടാർന്ന പലരുടെയും ചരിത്രം കേൾക്കാറുണ്ട്. ഭഗത് സിംഗ്, അതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മറീന ബീച്ചിൽ വെച്ചുകൊണ്ട് കഴിമരം നാട്ടി നിർത്തിയിട്ട് 32കാരനായ വക്കം അബ്ദുൽ ഖാദറോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണോ അതല്ല സ്വന്തം ജീവൻ വേണോ എന്നൊരു ചോദ്യം. വക്കം അബ്ദുൽ ഖാദർ കഴിമരത്തിന്റെ മുകളിൽ കയറുന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്താണ്? എന്റെ പെറ്റുമ്മയാണ് സത്യം, എന്റെ ജീവനേക്കാൾ എനിക്ക് വലുത് ഞാനും എന്റെ ഉമ്മയും പിറന്ന ഈ ഭാരതമെന്നാണെന്ന് പ്രഖ്യാപിച്ച അവസാന തൂക്കുമരത്തിൽ കിടന്നാടിയ ബഹുമാനപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന വ്യക്തിത്വം. ആ വക്കം അബ്ദുൽ ഖാദർ അടക്കമുള്ള ഒരുപാട് നായകന്മാരുടെ ചരിത്രം നമ്മുടെ രാജ്യത്ത് പരന്നു കിടക്കുന്നുണ്ട്. പക്ഷേ അവരാരും പറയാത്തൊരു വാക്ക് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി പറഞ്ഞു. ബ്രിട്ടീഷുകാരാ, വെറും വാക്കുകൊണ്ട് നിന്നെ തളർത്താൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ തകർക്കേണ്ടത് നിനക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ സ്രോതസ്സുകൾ തകർത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് നികുതി പിരിക്കാൻ വന്നാൽ ഇനി അത് തരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന വെളിയങ്കോട് ഉമർ ഖാദിയുടെ സതീർത്ഥ്യരായിരുന്നു കൈതകത്ത് കുടുംബത്തിലെ നേതാക്കന്മാർ. കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളെ അടുത്തേക്ക് വരാറുള്ള പതിവ് വെളിയങ്കോട് ഉമർ ഖാദിക്കുണ്ടായിരുന്നു. വെളിയങ്കോട് ഉമർ ഖാദിയുടെ ധൈര്യം, ആ ധൈര്യം നമ്മുടെ ഈ പ്രദേശത്തുണ്ടാക്കിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭിനിവേശത്തെ കുറിച്ചുള്ള സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയുമായി മമ്പ്രം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് സദസ്സ് പങ്കിട്ടവരാണ് കൈതകത്തെ മൊയ്തീൻകുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ. ആ നേതാക്കന്മാരുടെ പേരക്കുട്ടികളാണ് ഇരിക്കുന്നത്. ആരെങ്കിലൊക്കെ ഒരു തിന്മ പറഞ്ഞാൽ ഒരു ചങ്കൂറ്റത്തോടെ നീച്ചു നിട്ട് അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് കൽബിൽ കരുത്തുണ്ടാകണം. കാരണം നിങ്ങളെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞിരുന്നാ പോരാ, വെളിയങ്കോട് ഉമർ ഖാദിൽ നിന്ന് ആവേശം സൃഷ്ടിച്ച മൊയ്തീൻകുട്ടി സാഹിബിന്റെ പേരമക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൽബിൽ സത്യം നെരിപ്പോടായിട്ട് കത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തിന്മകൾ വിജയിക്കാൻ പാടില്ല എന്ന കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. ചരിത്രം കേട്ടാ പോരാ, യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി വേറൊരാളുണ്ട്, പരപ്പരങ്ങാടിയിൽ ഔക്കോയ ഉസ്താദ്, ഔക്കോയ മുസ്ലിയാർ. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പ്രദേശത്ത് മുഴുവനും മുട്ടിച്ചിറ ഭാഗത്ത് നിന്ന് വെളിമുക്ക് മഹല്ല് രൂപപ്പെടുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ മഹല്ല് പരപ്പരങ്ങാടിയായിരുന്നു. ആ പരപ്പരങ്ങാടിക്ക് പോകണമെങ്കിൽ കടലുണ്ടിപ്പുഴ കടന്നിട്ട് വേണം പോകാൻ. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, വള്ളിക്കാട്ട പള്ളിയും വെളിമുക്ക് ജുമാഅത്ത് പള്ളിയും ബഹുമാനപ്പെട്ട കൈതകത്ത് മൊയ്തീൻകുട്ടി സാഹിബ് വില കൊടുത്തുകൊണ്ട് ഭൂമി വാങ്ങി നിർമ്മിച്ചില്ലായിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള തലമുറയുടെ കബറുകൾ ഇന്നും പരപ്പരങ്ങാടി കിടക്കുമായിരുന്നു. അതില്ലാതെയാക്കിയത് നിങ്ങളുടെ പിതാമഹനായ ബഹുമാനപ്പെട്ട കൈതകെട്ട് മൊയ്തീൻകുട്ടി സാഹിബ്. അതിനു മുമ്പൊക്കെ മയ്യത്തുണ്ടായിരുന്ന പരപ്പരങ്ങാടിക്ക രാവിലെ കൊണ്ട് അസറാവുമ്പോ അടുത്തു. അതിനെന്തൊക്കെ ചെയ്യണം? മയ്യത്ത് തോണിയിൽ വെച്ചിട്ട് അത് ആഞ്ചി വീഴാതെ മഴക്കാലത്ത് കുത്തിയൊഴുകുന്ന കടലുണ്ടിപ്പുഴയില് തോണി മറിഞ്ഞ് മയ്യത്ത് എത്രയോ ഈ പുഴയിൽ വീണ് പോയിട്ടുണ്ട്. അത് പിന്നെയും വാരി എടുത്തിട്ട് തോണിയിൽ വെച്ചിട്ട് പിന്നെയും കൊണ്ടുപോകണം. അവിടുന്ന് 5, 6, 7 കിലോമീറ്റർ നടന്നിട്ട് വേണം വീണ്ടും. ഔക്കോയ മുസ്ലിയാരുണ്ടായിരുന്ന അന്നത്തെ ആ പഴയ പരപ്പരങ്ങാടി മഹലിലെത്തിക്കാൻ. നമ്മുടെ പഴയ ആൾക്കാരുടെ പല കബറും അവിടെ തന്നെയാണ്. ആ ഒരു ദുരന്തത്തിൽ നിന്ന് മയ്യത്തുകൾ കുത്തിയൊഴുകുന്ന കടലിനുപുഴയിൽ ഈ തോണി കിടന്ന് ആഞ്ചിട്ട് മറിയാതെ
നമ്മുടെ മയ്യത്തുകൾ നമ്മുടെ മുമ്പ് തന്നെ എത്തിക്കാൻ വേണ്ടി വെളിമുക്ക് ജുമാഅത്ത് പള്ളി എന്ന ആവശ്യത്തിലേക്ക് ഭൂമി വാങ്ങി ഈ നാട്ടുകാരെ രക്ഷിച്ച വ്യക്തിത്വം കൂടിയാണ് നിങ്ങളുടെ വല്യപ്പ. അപ്പൊ ഔക്കോയ മുസ്ലിയാർ ആരാണ്? ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച യാഹുന്തങ്ങൾ അങ്ങനെ തന്നെ സൂഫിവര്യനായിരുന്നു. മമ്പ്രത്തെ തങ്ങള് കുത്തുബുസ്സമാൻ, ലോകത്തിന്റെ അച്ചുതണ്ടി എന്നറിയപ്പെട്ട ലോകത്തുള്ള മുഴുവൻ സൂഫി വര്യന്മാരുടെയും കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട മമ്പ്രത്തെ തങ്ങള്. ആ മമ്പ്രത്തെ തങ്ങളിൽ നിന്ന്, യാഹുന്തങ്ങളിൽ നിന്ന്, വെളിയങ്കോട് ഉമർ ഖാദിയിൽ നിന്ന്, അതോടൊപ്പം തന്നെ ഔക്കോയ മുസ്ലിയാരിൽ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് ആവേശം പകർന്ന മതപരമായി ഔന്നത്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വലിയാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താനിൽ നിന്ന് ഈ മഹാരഥന്മാരിൽ 5 പേരോടും കൂടി നിന്ന് ദീൻ പഠിക്കുകയും ധീരമായി പോരാടുകയും ചെയ്ത ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഭാഗ്യവശാൽ കൈതകത്ത് കുടുംബം. ഇതൊരു പക്ഷേ വേറെ ഏതെങ്കിലും കുടുംബത്തിന് ഈ പരിസരത്തുണ്ടോ എന്ന് സംശയം. അതാണ് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് ചരിത്രങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം, കൂടുതൽ കിട്ടണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരോടും ചോദിച്ചതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിലൂടെ നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോകാം. കൂടുതൽ പറയാൻ നമുക്ക് സമയം കിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് ജുഡീഷ്യൽ കൺസൾട്ടേഷൻ ഡിസംബർ 1841 നമ്പർ 50 എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ എഴുതിയ രേഖയുടെ അച്ചടിയാണ്. ഇതേ സാധനത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ എഴുതിയ കയ്യെഴുത്ത് പ്രതി നിങ്ങളെ തന്നെ തറവാട്ടിൽ ഇപ്പം ഉണ്ട്. മദ്രാസിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിന്റെ അച്ചടി സാധനം, അതിന്റെ ഒറിജിനൽ കയ്യെഴുത്ത് ഇന്ന് നമുക്ക് ലഭ്യമാണ്. ആ തരത്തിൽ ചരിത്രം തേടിയുള്ള വലിയൊരു പ്രയാണത്തിൽ നിന്നാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കേട്ടു തീരും. പക്ഷേ ഈ ചരിത്രം കണ്ടുപിടിക്കാനെടുത്ത ദിവസങ്ങൾ, മാസങ്ങൾ, ഇതിന്റെ പ്രയത്നം അത് വലുതാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ചരിത്രം രേഖപ്പെട്ട ചരിത്രമാണ്. ആരാ വെറുതെ പറഞ്ഞുണ്ടാക്കിയ ചരിത്രമല്ല. അതുകൊണ്ട് കൈതകത്ത് കുടുംബം എന്ന് പറയുന്ന ഈ വലിയ കുടുംബത്തിന്റെ ആ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇത് ഒരാധാരത്തിന്റെ കോപ്പിയാണ്. ഫെബ്രുവരി 25 പകർത്തി എഴുതിയ ഈ നേരത്തെ പറഞ്ഞ വെളിമുക്ക് ജുമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ഭൂമി കൈതകത്ത് മൊയ്തീൻകുട്ടി സാഹിബ് അദ്ദേഹം വാങ്ങി ആധാരപ്പെടുത്തിയതിന്റെ ഒരു കോപ്പിയാണ്. അപ്പൊ ചുരുക്കത്തില് നമ്മുടെ ചരിത്രം ആധികാരികമാണ് എന്ന് സൂചിപ്പിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ രേഖ ഞാൻ പ്രദർശിപ്പിച്ചത്. ഏതായിരുന്നാലും ഈ കൈതകത്ത് കുടുംബത്തില് ആദ്യം എന്തായിരുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മമ്പ്രം തങ്ങളും യാഹുൻ തങ്ങളും അതേപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദിയും ടിപ്പു സുൽത്താനും ഔക്കോയ മുസ്ലിയാരും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ അന്നത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഈ ചരിത്രം അവസാനിപ്പിക്കാൻ പറ്റില്ല. വെളിമുക്ക് മഹല്ല്, ആ മഹല്ല് രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ കൈതകത്ത് കുടുംബത്തിന്റെ ശ്രമഫലമായിട്ടാണ്. അന്ന് കലങ്കൊള്ളിയാള, ഇപ്പൊ ഇരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ കലങ്കൊള്ളിയാള എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മുട്ടിച്ചിറ പള്ളി കഴിഞ്ഞിട്ട് ചെമ്മാട്ടേക്ക് പോകുമ്പോ മുട്ടിച്ചിറ സ്റ്റോപ്പ്, ആ സ്റ്റോപ്പിൽ നിന്ന് നമ്മള് വലത് ഭാഗത്തേക്ക് കളയാട്ടമുക്കിലേക്ക് കയറുമ്പോ ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ കാണുന്ന ചെറിയൊരു ഇടം, അതാണ് കലങ്കൊള്ളിയാൽ. അവിടെ നിന്ന് ഒരാള് ഒരു പൊരന്റെ മേലെ കയറി നോക്കിയാൽ വെളിമുക്ക് ആ പരിസരം കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന അത്രയും വിശാലമായ ഒരു സ്ഥലമായിരുന്നു കൈതകത്തുകാരുടെ കയ്യിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ അധീനത്തിലുണ്ടായിരുന്നത്. അന്ന് ആ ഭാഗത്തുനിന്ന് നോക്കിയാൽ കാണാം. ഇന്നിപ്പോ ഒരാൾ പെരന്റെ മേലെ നോക്കിയിരുന്ന അടുത്ത പെര കാണാമെന്നല്ലാതെ വെളിമുക്ക് കാണൂല, കലങ്കൊള്ളിയാലും കാണൂല. എല്ലായിടത്തും വീടായി, മരങ്ങളായി, എല്ലാ സൗകര്യങ്ങളായി.
പഴയ അവസ്ഥ എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നോക്കി അത്രയും ദൂരത്തേക്ക് കാണാം. അവിടെ ബഹുമാനപ്പെട്ട കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാലൻ അദ്ദേഹം തകിടിൽ എഴുതി അരയിൽ സൂക്ഷിച്ച ഒരു ആധാരം ഉണ്ടായിരുന്നു. ആ ആധാരത്തിൽ പറയുന്നത് വെളിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ജുമാഅത്ത് പള്ളിക്ക് വേണ്ടി വെളിമുക്ക് ദേശത്തിൽപ്പെട്ട വെളിമുക്ക് കുണ്ടൻചനക്കൽ പറമ്പ് തോട്ടശ്ശേരി താച്ചു പണിക്കരിൽ നിന്ന് കാണമായി വാങ്ങിയ ആധാരമായിരുന്നു. അന്ന് ആധാരം പൈസയൊക്കെ സൂക്ഷിക്കൽ അങ്ങനെയാണല്ലോ. നമുക്കറിയാം, പഴയ കാലത്ത് പൈസ സൂക്ഷിക്കൽ ഓടക്കുഴലിൻ്റെ ഉള്ളിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓടക്കുഴൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരികെ വെക്കലാണ്. എന്നിട്ട് എന്നറിയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അരക്കിട്ടിട്ട് ഉറപ്പിച്ചു വെക്കും. ആവശ്യമുള്ള പതിയിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുക്കലാണ്. അല്ലെങ്കിൽ മണ്ണിന്റെ ചുമര്, ആ മണ്ണിന്റെ ചുമരിൽ അവിടെയും ഇവിടേക്ക് ഓരോ മാളുണ്ടാക്കി പൊത്തുണ്ടാക്കി വെക്കും. അതിൻ്റെ ഉള്ളിലാണ് പൈസ ഇട്ടത്. എന്നിട്ട് അത് വല്ല തുണി കൊണ്ട് പൊതിഞ്ഞു വെക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് പണം തപ്പുമ്പോൾ കിട്ടാറില്ല, പോക്കറ്റിൽ വെക്കുന്ന പരിപാടി ഇല്ല. അദ്ദേഹം ആധാരം എന്ത് ചെയ്തു? ആധാരം ഒരു എന്താ പറയാ, നമ്മള് ഏലസ് എന്നൊക്കെ പറയും, വലിയ ഏലസ്, അതിൻ്റെ ഉള്ളിൽ ചുരുട്ടി മടക്കി അതിനുള്ളിൽ ഉഴുതിയിട്ട് അത് അരി കെട്ടി നടക്കുകയായിരുന്നു. ഇതിന്റെ നികുതി അടച്ചൊരു ഷീറ്റ് വള്ളിക്കാട്ട പള്ളിന്റെ ചുമരിൽ തൂക്കുകയും ചെയ്തു. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഈ കുണ്ടൻചനക്കൽ പറമ്പിലെ തോട്ടശ്ശേരി താച്ചു പണിക്കർ എന്ന് കാണമായി വാങ്ങിയ ഭൂമി, അവിടെ ഒരു ചെറിയ കളവും ചെറിയൊരു കടയും വെച്ചു. കളം എന്ന് പറഞ്ഞാൽ നെല്ലൊക്കെ കൊയ്തു കൊണ്ടുവന്നിട്ട് അത് ചിക്കി കൂട്ടുന്ന സ്ഥലമാണ് കളം. ആ കളവും അവിടെ ഒരു ചെറിയ കടയും വെച്ചിട്ട് ഇതിന്റെ നികുതി കൊടുത്തു പോരുകയാണ്. 1821 ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ കിണർ കുഴിച്ചു. എന്നിട്ട് 1822 നേരത്തെ കാണമായി വാങ്ങിയ ഭൂമി തീർത്തും ജന്മം തീര്, അതായത് സ്വന്തം അവകാശത്തിലേക്ക് വാങ്ങി. എന്നിട്ട് 1832 അവിടെ പള്ളി ഉണ്ടാക്കി. ഞാൻ അവിടുന്ന് കണ്ടാ തുടങ്ങണത്. അതിന്റെ അപ്പുറത്തേക്ക് സൂചന കിട്ടാനാണ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കൈതകത്ത് കുടുംബത്തിന്റെ ആസ്ഥാനം ഏതാണ്? അവരുടെ പ്രധാനപ്പെട്ട തറവാട് ആസ്ഥാനമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ദൂരൊന്നും ഇല്ലാത്തവർക്ക് പോയി കാണാം. ആ വീട് ഇപ്പോഴും അവിടെ ഉണ്ട്. പഴയ രൂപത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. കലംകൊള്ളയാലെ കണ്ട് കയറിയാൽ ഒരു മദ്രസയും ഒരു പള്ളിയും കാണാം. അതിൻ്റെ അടുക്ക് ഒരു നേരെ ഒരു വഴിയുണ്ട്. ഓട്ടോറിക്ഷ ഒക്കെ പോകും. ആ വഴിയിലൂടെയാണ് ചെന്നാൽ വലത് ഭാഗത്ത് ഒരു പഴയ ഓടിട്ട വീടുണ്ട്. ആ ഓടിട്ട വീട്ടിൽ ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങൾ വന്നാൽ കിടക്കുന്ന കട്ടിലുണ്ട്. ഒരാഴ്ച മുമ്പ് ഞാനത് പോയിട്ട് അവിടെ വരെ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു അമ്മായി ഉണ്ട്. അവരൊക്കെ കൂട്ടിപ്പോയിട്ട് അതിന്റെ വാതിൽ തുറന്നപ്പോ അമ്മായി നിലവിളിച്ചു പോയി. വേറൊന്നും ഉണ്ടല്ലോ, വലിയൊരു പോക്കാന് അവിടെ വെറുതെ കിടക്കുകയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് മമ്പ്രത്തെ തങ്ങൾ വന്നാൽ കിടക്കാറുള്ളത്. അവിടത്തേക്കാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കാറുള്ളത്. അത് അവിടെ ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇടത് ഭാഗത്ത് ഒരു വലിയ കിണറുണ്ട്. ആ കിണർ പടവൊന്നുമില്ലാത്ത കിണറാണ്. ആ കിണർ മമ്പ്രം തങ്ങൾ കാണിച്ചു കൊടുത്ത ഭാഗത്ത് കുത്തിയത്. അവിടെ കുത്തിക്കോളൂ എന്ന് പറഞ്ഞതാണ്. കുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ വെള്ളം കണ്ടു. നല്ല വിശാലമായൊരു കിണറാണ്. ആ കിണറിന്റെ പ്രത്യേകത, കുറച്ച് നമ്മൾ സാധാരണ കിണറിന്റെ ഒരു 3-4 പടവ്, ഇത് പടവില്ലാത്ത കിണറാണ്. ആ പടവിന്റെ താഴെ ഒരു ഗുഹയാണ്. ഈ ഗുഹയിലൂടെ ദീർഘനേരം സഞ്ചരിക്കാൻ പറ്റും എന്നാണ് കണക്ക്. ഒരുപാട് ഉള്ളിലോട്ട് ഒരു വഴിയുണ്ട്. ആ വഴി പക്ഷേ ഒരു കാലത്ത് ഒളിച്ചിരിക്കാനോ പടയാളികൾക്ക് രഹസ്യ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനോ ഒക്കെ വേണ്ടിയായിരിക്കണമെന്ന് കരുതുന്നു. ഏതായിരുന്നാലും ആ കിണറ്റിലേക്ക് കോഴി വീണാൽ കോഴി ചത്തു എന്നാരും വിചാരിക്കണ്ട. കോഴിനെ കാണാതാവും. കുറെ ദിവസം കഴിഞ്ഞാൽ കോഴി അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങേപ്പുറത്തുനിന്ന് കൊത്തിപ്പൊറുക്കണ കാണാം.
ആ ദൂരെ മാളത്ത് പോയിട്ട് താമസിച്ചിട്ട് ചാകാതെ നിൽക്കാൻ പറ്റിയ സൗകര്യമൊക്കെ കിണറ്റിൽ. ആ കിണർ ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ അത് മണ്ണ് വീണ് ഏറെക്കുറെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ആ പരിസരത്തുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഏതായിരുന്നാലും ഈ 1821 പിന്നെ കിണർ കുടിച്ച് 1822 സ്ഥലം കംപ്ലീറ്റ് ജന്മം തീരു വാങ്ങി 32 പണിയെടുത്തു. ആ പള്ളി പണിതു. ആ പള്ളി പണിത സമയത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഇതാണ്: ഈ പള്ളിക്ക് വേണ്ടി കുത്തിയ കിണർ അല്ലെങ്കിൽ കിണറുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന ചെനയും, ഈ ചെനയിലെ ആൾക്കാർ പശുവിനെ കുളിപ്പിക്കാനും അതേപോലെ തന്നെ അലക്കാനൊക്കെ വരും. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നാടുകളിലൊക്കെ ഒരുപാട് കുളങ്ങളുണ്ട്. ആ കുളങ്ങളിൽ നമ്മളൊരു ഭാഗത്ത് കുളിക്കുമ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പശുവിനെ കഴുകും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു അർപ്പ് തോന്നും. പശു അതിലിങ്ങനെ ചാണാക്കിടുമ്പോൾ അതിങ്ങനെ വളരെ താളാത്മകമായിട്ട് നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഇത് കുളിച്ചാൻ പറ്റുമോ എന്നൊക്കെ സംശയമൊക്കെ തോന്നാറുണ്ട്. പള്ളിക്കുളങ്ങളിൽ പോലും അത്തരം ചില പ്രവർത്തനങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടില് പള്ളിക്കുളത്തിലെ ആൾക്കാർ വന്ന് കുളിച്ചിട്ട് പള്ളി കമ്മിറ്റി ഒരു കാര്യം തീരുമാനിച്ചു: ഇനി പള്ളിക്കുളത്തിൽ കുളിക്കാൻ പാടില്ല, അലക്കാൻ പാടില്ല, പുറത്തോടെയും പോയിട്ട് കാര്യം സാധിച്ചു വന്നിട്ട് അവിടെ കഴുകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഫൈന് 25 പൈസ. ഇപ്പോഴത്തെ കുട്ടികൾ 25 പൈസ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. പഴയ കാലത്ത് 25 പൈസ. അത് തീരുമാനാക്കി. ഒരു ദിവസം പള്ളിന്റെ കാരണവർ അയമാജിന്റെ അടുത്ത് ഒരാൾ ഒരു ഉറുപ്പ് കൊണ്ട് കൊടുത്തു. എന്തിനാ ചോദിച്ചപ്പോ ഞാൻ അതിലൊന്ന് പോയിട്ട് ഞാൻ പുറത്തുനിന്ന് കാര്യം സാധിച്ചിട്ട് അവിടെ നിന്ന് കഴുകിയിരുന്നു. കഴുകിന്റെ ശേഷം എനിക്ക് ഓർമ്മയത് ഇതിന് ഫൈൻ കൊടുക്കണം. അപ്പൊ 25 പൈസ അതിന് എടുത്തോളിയാ. മേമാജി പറഞ്ഞു ബാക്കി 75 പൈസ തിരിച്ചിടാൻ ചില്ലറല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു ആ 75 പൈസ അവിടെ നിന്നോട്ടെ. അതെന്തിനാ വെച്ചു, ഇനിയൊരു 3 വട്ടം കൂടി വന്ന് ഞാൻ ചെയ്തോണ്ട്. എന്നാലും ചെയ്യൂലെന്നല്ല, ഈ തരത്തിൽ അതൊരു അന്നത്തെ ഒരു സ്വഭാവം സൂചിപ്പിക്കാനാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഈ പശുവിനെ കഴുകുകയും അതേപോലെ അലക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗത്തെ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കെട്ടിട്ട് ഉരുളം കള്ളുകൊണ്ട് ഒരു കെട്ടിട്ട്, എന്നിട്ട് ഒതുകൊടുക്കാനും മറ്റുള്ള സൗകര്യങ്ങളുടെ ഭാഗത്ത് ശുദ്ധമാക്കിയിട്ട് മാറ്റി നിർത്തി ആവശ്യമുള്ളവർക്ക് ഇപ്പുറത്ത് വന്നിട്ട് കഴുകാം. പക്ഷേ അതാണ് തുടക്കം. ഇത് ചെയ്തത് 1841 ഇത് ചിലർക്ക് പിടിച്ചില്ല. അവര് പരാതികളായി. നേരത്തെ അങ്ങനെ ഇല്ലല്ലോ, ഇതിങ്ങനെ കെട്ടിട്ടുകൊണ്ട് ഒരു നാൽക്കാലി ഇറങ്ങിയിട്ട് അടുത്ത നാൽക്കാലി വരുമ്പോഴത്തേനും അവിടെ മുഴുവൻ ചളിയാകുകയാണ്. മറ്റതൊക്കെ വലിയ കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട് അറിയാതെ പോവുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കെട്ടിയതോട് കൂടിയിട്ട് ഇത് ചിലർക്ക് പരാതിയായി. ആ പരാതി അവര് വില്ലേജ് ഓഫീസ്, അന്നത്തെ അജൂർ കച്ചേരി തന്നെ നമ്മുടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള താലൂക്ക് ഓഫീസാണ് പഴയ അജൂർ കച്ചേരി. അവിടെ ചെന്ന് ആരൊക്കെ പരാതി പറഞ്ഞു. അപ്പോ മാത്രല്ല, നേരത്തെ ഈ സ്വത്ത് വാങ്ങിയ താച്ചുപണിക്കർ, ആ താച്ചുപണിക്കരോടും ഈ പരാതി പറഞ്ഞു. താച്ചുപണിക്കർ എന്ത് ചെയ്തു, ഇതിന്റെ സംഗതി അറിയാൻ വേണ്ടി കാര്യസ്ഥനായ അത്തേക്കാട്ടിൽ കിട്ടുവിനെ പറഞ്ഞു. അത്തേക്കാട്ടിൽ കിട്ടു നേരെ വന്നിട്ട് ഈ സ്ഥലം പരിശോധിച്ചു. അപ്പോ പരിശോധിച്ചപ്പോ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പരാതി എല്ലാം കൂടി കേട്ടിട്ട് അത്തേക്കാട്ടിൽ കിട്ടു എന്ത് ചെയ്തു, പണിക്കരെടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്തത് കേട്ടതിനേക്കാളും കുറച്ച് കൂട്ടി പെരുപ്പിച്ച് പറഞ്ഞു. സംഗതി ഈ ഒരു വിഷയം മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ പെരുപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ട് പണിക്കരെ ഒന്ന് ചൂടാക്കി. പണിക്കരെന്ത് ചെയ്തു, ഉടൻ തന്നെ ഈ ഭൂമി കയ്യേറിയിട്ടുണ്ട്, പള്ളിക്ക് മതിൽ കെട്ടിയിട്ടുണ്ട് എന്ന പറഞ്ഞ വിഷയവും അതോടൊപ്പം തന്നെ ജനങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ല എന്ന് പറയുന്ന കിട്ടുവിന്റെ പരാമർശവും എല്ലാം കൂടി കൂട്ടിയിട്ട് ഈ പരാതി എല്ലാം കൂടിയായി തിരൂരങ്ങാടി ഹജൂർ കച്ചേരിയിലെത്തി പരാതി കൊടുത്തു. നേരത്തെ ഒരു പരാതി അവിടെ ഉണ്ട്. ആ പരാതിന് വലിയ കാര്യമില്ല എന്ന് അജൂർ കച്ചേരിക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അത്തേക്കാട്ടിൽ കിട്ടുവിന്റെ പെരുപ്പിച്ച പരാതി കേട്ടിട്ട് ആ പരാതി എല്ലാം കൂടി പിന്നെ താച്ചുപണിക്കർ ഉള്ളതും ഇല്ലാത്തതും കൂട്ടി ഒരു കെട്ട് മാത്രം കെട്ടിയതിന് പകരം അവിടെ ഭൂമി കയ്യേറിയിട്ടുണ്ട്, പള്ളി വളച്ചു കെട്ടിയിട്ടുണ്ട് തുടങ്ങിയ സംഗതികളൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് എഴുതി കൊടുത്തു.
പരാതിയുടെ കഴമ്പ് മനസ്സിലാക്കാതെ അന്നത്തെ തഹസീൽദാർ അന്വേഷണത്തിൽ ഉത്തരവിട്ടു. ആരാ അന്വേഷിക്കാൻ വന്നത്? ഇതേ പണിക്കരുടെ ഒരു മകൻ ഉണ്ടായിരുന്നു, അച്ചുപണിക്കർ. ഈ അച്ചുപണിക്കർക്കാണ് അതിന് ചുമതല കൊടുത്തത്. അപ്പൊ അമ്മോശന്റെ പരാതി അന്വേഷിക്കാൻ പറ്റുന്നത് മരുവാനാണ്. മരുവാന് അജൂർ കച്ചേരിയിലെ ഉദ്യോഗസ്ഥനാണ്. അയാള് നേരെ വന്നിട്ട് പരാതി എഴുതി കൊടുത്തത് ആരുടെ പേരിലാണ്? കൈതകത്ത് പതിയിൽ മൊയ്തീൻ എന്നവർക്കെതിരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വല്യപ്പ കൈതകത്ത് പതിയിൽ മൊയ്തീൻ എന്നവരെ പറ്റിയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ പണി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നപ്പം വെളിമുക്കിലെ അന്ന് വന്നപ്പോ അന്വേഷണം പറഞ്ഞു അദ്ദേഹം വെളിമുക്കിലില്ല, മുട്ടിച്ചിറയിലുണ്ട് എന്ന് പറഞ്ഞു. മുട്ടിച്ചിറ പള്ളി. പക്ഷെ അന്ന് മുട്ടിച്ചിറ പള്ളി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. ആ പള്ളീന്റെ പേര് വള്ളിക്കാട്ടക്കണ്ടി പള്ളി എന്നാണ്. അതിന് പറയാൻ കാരണം ആ പള്ളി നിൽക്കുന്ന ഭാഗത്ത് മുഴുവനും വള്ളിയായിരുന്നു, ഇടതൂർന്ന് നിൽക്കുന്ന വള്ളി. അതുകൊണ്ട് അതിന് വള്ളിക്കാട്ട കണ്ടിപ്പള്ളി എന്നായിരുന്നു പേര്. ഈ പള്ളി ഉണ്ടാക്കാൻ കാരണവും മമ്പുറത്തെ തങ്ങളാണ്. മമ്പുറത്തെ തങ്ങളാണ് അന്ന് വെളിമുക്കിലെ ആ പരിസരത്തൊക്കെ ഉള്ളവർക്ക്, ഈ കലങ്കൊല്ലിയാളി മുട്ടിച്ചിറ ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെയൊക്കെ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു നിസ്കാര പള്ളി വള്ളിക്കാട്ടക്കണ്ടിയിൽ ഉണ്ടായിക്കോട്ടെ എന്ന് നിർദ്ദേശിച്ചതും ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളാണ്. ആ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചുപണിക്കര് നേരെ പള്ളി ചൊല്ലി. പള്ളി ചെന്നിട്ട് അച്ചുപണിക്കർ പറയാണ്, നിങ്ങൾ കച്ചേരി വരണം, കച്ചേരിയിൽ നിങ്ങൾക്കെതിരെ പരാതിയുണ്ട്, ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കച്ചേരിയിൽ വന്നിട്ട് തഹസീൽദാറെ കാണണം എന്ന് പറഞ്ഞപ്പോ അന്ന് ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് 6 നോമ്പിന്റെ കാലാണ്. മൊയ്തീൻകുട്ടിക്ക് പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾക്ക് നോമ്പുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞ് നോമ്പ് തുറന്ന് കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ വരാം, അതിനും പറ്റിയില്ലെങ്കിൽ നാളെ വരാം. ഇവിടെ നേരത്തെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും സൂചിപ്പിച്ചത് ഈ കുടുംബസംഗമത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ധാർമ്മികപരമായ ഉയർച്ചയാണ്. നോക്ക, നമ്മുടെ വല്യപ്പന്മാര് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ 6 നോമ്പ് കൃത്യമായിട്ട് നോറ്റിരുന്നു. അവരോ ഭാര്യമാരും ഉമ്മമാരും അതേ നോമ്പ് നോറ്റിരുന്നു. ആ നോമ്പ് നോറ്റിരിക്കുമ്പോഴാണ് അച്ചുപണിക്കർ വന്നിട്ട് പറയണത്, നിങ്ങള് കച്ചേരിക്ക് വരണം. അപ്പൊ നിങ്ങളെന്ന് ആലോചിക്കണ്ട, തലപ്പാറയും മുട്ടിച്ചിറയിലെ ആൾക്കാർ ഇങ്ങനെ ആലോചിക്കും. അതിനിപ്പോ അധികം നേരൊന്നും വേണ്ടല്ലോ. മുട്ടിച്ചിറയെന്ന് നേരെ നമ്മൾ ആരോഗ്യോട്ട് കൂടെ അങ്ങോട്ട് ചെന്നാൽ പാറക്കടവ് കൂടെ ചെമ്മാടും കഴിഞ്ഞാൽ അജൂർ കച്ചേരി ആയില്ലേ. അവിടെ ചിന്തിക്കേണ്ടത് അന്നിക്കണ്ട റോഡൊന്നുമില്ല, ഈ റോഡില്ല, പാടാണ്. പാടത്തിന്റെ വരമ്പത്തൂടെ പോകണം. ചെന്ന് പാറക്കടവിലെത്തിയാൽ പാലല്ല. പാലെന്നാ വന്നതെന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാരണന്മാരോട് ചോദിച്ചാൽ മതി. ഈ അടുത്ത കാലത്താണ് പാലം വന്നത്. അവിടെ ഒരു തോണി ഉണ്ടായിരുന്നു. ആ തോണി കയറി അപ്പുറത്ത് കറന്നിട്ട് പിന്നെ നടന്നു പോകണം. അപ്പോ കുറച്ചൊന്നും നടന്നാൽ പോരാ, ഒരുപാട് നടക്കണം. അതുകൊണ്ടാ പറഞ്ഞത് നോമ്പ് വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോ വരണില്ല, കുറച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ സമയമായി, നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ എത്താം, അല്ലെങ്കിൽ നാളെ വരാം. അതിൽ അച്ചുപണിക്കര് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് രസകരമായിട്ട് കൊണോലി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറഞ്ഞ വാക്കെന്നറിയോ? ആഹാ, മൊയ്തീനെ അത്രക്കായ 1000 മാപ്പിളക്ക് അര അച്ചു. ഇതാണ് പറഞ്ഞ വാക്ക്. 1000 മാപ്പിളക്ക് അര അച്ചു. അതുകൊണ്ട് പറയലും മൊയ്തീൻ ഖാന്റെ, അതായത് നിങ്ങളെ വല്യപ്പ മൊയ്തീൻ ഖാന്റെ തലയിൽ ഒരു തോർത്തുമുണ്ടുണ്ടായിരുന്നു. ആ തോർത്തുമുണ്ടിട്ട് വലിച്ചിട്ട് ഒരൊറ്റ കുടച്ചിലും ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളോട് കണ്ണുകൊണ്ട് താളം കാട്ടിയിട്ട് അച്ചുപണിക്കർ ഒരു ഭാഗത്തുനിന്നും കൂടെ ഉണ്ടായിരുന്ന ഗുമസ്തൻ മറ്റൊരു ഭാഗത്തുനിന്നും മൊയ്തീൻകുട്ടി സാഹിബിന്റെ കൈ 2 പിടിച്ച് ബാക്കിലേക്കാണ്ട് പിടിക്കലും അച്ചുപണിക്കർ കെട്ടലും കഴിഞ്ഞു. അയാൾ പറഞ്ഞ പോലാണ് ചെയ്തു. 1000 മാപ്പിളക്കര അച്ചു എന്ന് പറഞ്ഞിട്ട് മൊയ്തീൻകുട്ടി സാഹിബിന്റെ ആ തോർത്ത് വലിച്ചെടുത്തിട്ട് കൈ പിന്നിലേക്കാണ് കെട്ടുകയാണ്. ഒന്ന് നിസ്സഹായകനായിട്ട് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബ്. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ കുഞ്ഞാലുണ്ടായിരുന്നു അവിടെ, കൈതകത്ത് പതിയിൽ കുഞ്ഞാല്. അദ്ദേഹം നോക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ കെട്ടയക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ അദ്ദേഹത്തെ പിടിച്ച് അച്ചുപണിക്കർ തള്ളി. ആ തള്ളല് കുറച്ചുകൂടി ആള് കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളായി. ഈ വന്നിരിക്കുന്നത് തഹസീൽദാറിന്റെ ആളാണ്. ആദ്യമൊക്കെ പറഞ്ഞു നോക്കി ആ കെട്ട് അയച്ചിടി, അതിന്റെ ആവശ്യമില്ല, ഇന്ന് നോമ്പ് പറഞ്ഞിട്ടോ നാളെ വരാലോ
പക്ഷേ അച്ചുപണിക്കർ പറഞ്ഞു, എന്നോട് കൽപ്പിക്കാൻ നിങ്ങൾ ആരടാ? ഞാൻ വിചാരിച്ചാൽ ഞാൻ മൊയ്തീൻകുട്ടിനെ കൊണ്ടുപോകും, അത് ഞാൻ കൈ കെട്ടിയിട്ട് എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റവാളിയെ, ഇത് ശരിക്കും ഇല്ലാത്തൊരു കുറ്റമാണ് ഈ ചുമത്തിയിരിക്കുന്നത്. ഭൂമി കയ്യേറിയിട്ടില്ല, പള്ളി വളച്ചു കെട്ടിയിട്ടില്ല, അതേപോലെ തന്നെ ഈ കിണറും ചിനയും വളച്ചു കെട്ടിയിട്ടില്ല. ആരോ പറഞ്ഞ അച്ചു പെരുപ്പിച്ച ഒരു കള്ളത്തെ, ആ കള്ളത്തരത്തെ അംഗീകരിക്കുന്ന കെട്ടിലാണ് ഇയാൾ ഈ തോന്നിയാസം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരു കൊടും കുറ്റവാളിയെ പോലെ കൈ പിന്നിലേക്ക് കെട്ടിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ കുഞ്ഞാലൻ സാഹിബ് വന്നിട്ട്, കൈതകത്ത് പതിൽ കുഞ്ഞാലൻ എന്ന് പറഞ്ഞ സഹോദരൻ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, അയച്ചുവിടണം. വിടൂല, അയച്ചുവിടാൻ നല്ലത്, വിടൂല. അപ്പേക്ക് ആളുകൂടി. അതിലെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലൻ സാഹിബ് മൊയ്തീൻകുട്ടിക്കായുടെ കയ്യിന്റെ കെട്ടയച്ചു. അയച്ചപ്പോ അന്ന് കുപ്പായണ്ണ സമ്പ്രദായമൊക്കെ കുറവാണല്ലോ, തോർത്തിങ്ങനെ എങ്ങനെ സൈഡിൽ തൂക്കുക എന്നൊക്കെ ചെയ്യുള്ളൂ. ആ സമയത്ത് ഈ അച്ചു ബഹുമാനപ്പെട്ട കുഞ്ഞാലൻ സാഹിബിനെ പിടികൂടി. അതിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. ആ തല്ല് അടിയായപ്പോ അച്ചു കുഞ്ഞാലൻകുട്ടി സാഹിബിനെ അടിച്ചു. 1-2 തല്ല് സഹിച്ചു. പിന്നെ തിരിച്ചാണ് തല്ലിയപ്പോ ഇയാള് ഗുമസ്തന്റെ കയ്യിൽ ഒരു നീണ്ട വടി ഉണ്ടായിരുന്നു. ഈ അച്ചുപണിക്കന്റെ ഗുമസ്തന്റെ കയ്യിൽ ആ വടി വാങ്ങിയിട്ട് അടിക്കാൻ ശ്രമിച്ചപ്പോ കുഞ്ഞാലൻകുട്ടി സാഹിബ് നന്നായിട്ടൊന്ന് അദ്ദേഹം തള്ളി. ആ തള്ളില് അച്ചുപണിക്കരുടെ അരയിലുണ്ടായിരുന്ന കത്തി, ആ കത്തി അച്ചുപണിക്കർ ഊരിയപ്പോ കുഞ്ഞാലൻകുട്ടി സാഹിബും കത്തി ഊരി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിനിടയിൽ അച്ചുപണിക്കർക്ക് കുത്തേറ്റ് അയാൾ അവിടെ തന്നെ പണിയായിട്ട് 1000 മാപ്പിളക്ക് അച്ചു എന്ന് പറയുന്ന അച്ചുപണിക്കര് അവിടെ കുത്തേറ്റ് വീഴാണ്. അത് കണ്ടോട് കൂടെ ഉണ്ടായിരുന്ന ഗുമസ്തനും മേനോനും എല്ലാവരും കൂടി ഓടി രക്ഷപ്പെട്ടു. സത്യത്തില് നേരത്തെ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ അവിടെ നിന്നിട്ട് വരെ നേരിട്ടാണ് വേണ്ടത്, അത് ചെയ്തില്ല. പലപ്പോഴും നമ്മുടെ ചരിത്രത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ എവിടെയും ഇതൊരു മതവിഷയമായിട്ട് പറയുന്നില്ല. അന്യായമായി കൊടുത്ത ഒരു കേസിനെ ആ കേസിൽ നിന്ന് അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അതിനെ തടുക്കുക മാത്രമാണ് ചെയ്തത്. അപ്പുണ്ടായ ഒരു ക്ലാഷില് ഈ കൊണ്ടുപോകാമെന്ന അച്ചുപണിക്കർ അവിടെ കുത്തേറ്റ് മരിച്ചു. അപ്പൊ വേറൊരു കാര്യമുണ്ട്, അച്ചുപണിക്കർ പുറപ്പെട്ടതും മൊയ്തീൻകുട്ടി സാഹിബിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച വിവരങ്ങളൊക്കെ നേരത്തെ ഭൂമി നൽകിയ പരാതി കൊടുത്ത തോട്ടശ്ശേരി പണിക്കർ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്തിനാ പുറപ്പെട്ടത്? കൈതകത്ത് മൊയ്തീൻകുട്ടി സാഹിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും അച്ചുപണിക്കർ എന്ന് പറഞ്ഞ സ്വന്തം മരുമകൻ സന്തോഷത്തോടുകൂടി വിജയിച്ച് മുന്നേറുന്ന നേര് കാണാൻ വേണ്ടി വരികയാണ്. എതിലെ വരുന്നത്? നമ്മുടെ ഈ തലപ്പാറ ഈ വല്യറമ്പ് കൂടെയാണ് വരിക. ആ വല്യറമ്പ് കൂടെ വരുമ്പോ ഇവിടെ എന്ത് നടന്നു എന്നറിയാൻ വേണ്ടി വരുമ്പോഴാണ് അദ്ദേഹം അറിയുന്ന ഒരു മനുഷ്യല്ല അറിയണത് സംഗതി ആകെ പെശകിയിട്ടുണ്ട്, അച്ചുപണിക്കർ കുത്തേറ്റ് വീണിട്ടുണ്ട്. അത് കേട്ട് തിരിച്ചോടാൻ നിൽക്കുമ്പോഴാണ് ഈ കൈതകത്ത് കുടുംബത്തിലെ ഈ സഹോദരങ്ങള് ഈ സംഭവം കഴിഞ്ഞിട്ട് വള്ളിക്കാട്ട പള്ളിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോ കാണുന്നത് പാടത്ത് തോട്ടശ്ശേരി പണിക്കര് സംഘവുമായിട്ട് വന്ന് നിൽക്കണാണ്. ഇവര് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ ഇവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അല്ല പണിക്കരെ, നിങ്ങളാണിത് മുഴുവണ്ടാക്കി തീർത്തത്. ഇവിടെ ഏതാണ് കയ്യേറ്റം നടത്തിയത്? എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഒന്നും അറിയാതെ നിങ്ങൾ എന്തിനാണ് അജൂർ കച്ചേരി പേര് കൊടുത്തത്, ഈ പരാതി കൊടുത്തത് എന്ന് പറഞ്ഞപ്പോ പണിക്കരെന്ത് ചെയ്തു? ഓട്ടത്തിനിടയിൽ തന്റെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരോട് പറഞ്ഞു, തച്ചു കൊന്നേക്കളാ. ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പൊതു സ്വഭാവമാണത്, ഓല തടിയിൽ വട്ടാക്കും. അവരൊന്നിനും ഇറങ്ങൂല. ടിപ്പു സുൽത്താനെ പോലെ ധീരന്മാരെല്ലാരും ഉണ്ടാവില്ല. അവരെ തടി സലാമത്താക്കാൻ വേണ്ടിയിട്ട് കൂടെക്കണവരോട് പറഞ്ഞു, അടിച്ചു കൊന്നേക്കടാ മാപ്പിളമാരെ എന്ന് പറഞ്ഞു. ഒരു തല്ലാൻ വന്നു. ആ തല്ലിന്റെ സന്ദർഭത്തില് ഈ ആള് കുറഞ്ഞവർക്കൊരു സ്വഭാവമുണ്ട്, രക്ഷപ്പെടൂല എന്ന് കണ്ടാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നന്നായിട്ടാണ് പൊരുതു. ആ പൊരുതല് ഇയാളെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ തല്ല് കിട്ടിയിട്ട് ഓടി. അവസാനം അച്ചുപണിക്കരെ പിടിച്ചു, ഈ തോട്ടശ്ശേരി പണിക്കരെ പിടിച്ചു. പണിക്കരും ഇങ്ങോട്ടും പൊരുതി. ആ പൊരുതിയല് പണിക്കരും കൊല്ലപ്പെട്ടു. അങ്ങനെ അജൂർ കച്ചേരി ഉത്തരവിട്ട ഈ 2 അറസ്റ്റ് നടന്നില്ല. അറസ്റ്റ് നടക്കാതെ അറസ്റ്റ് ചെയ്യാൻ വന്ന അച്ചുപണിക്കരും കൊല്ലപ്പെട്ടു,
അമോശനായ വെറും പരാതി കൊടുത്ത, ആവശ്യമില്ലാത്ത പരാതി കൊടുത്ത തോട്ടശ്ശേരി പണിക്കർ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ മുട്ടിച്ചിറ പ്രദേശത്ത് ഒരു വലിയ രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങിയത്. ഈ സമയത്ത് കനോലിക്കാണ് ഇവിടുത്തെ ചാർജ്. കനോലി നാട്ടിലില്ല, അയാള് ഊട്ടിയിലാണ്. ഈ സമയത്ത് തഹസീൽദാറുടെ നിരന്തരമായ ഇടപെടൽ, അന്ന് വയർലെസ് സന്ദേശം ഉണ്ട്, അവർക്ക് പ്രത്യേക കമ്പി എന്നാണ് സംഭവം ഉണ്ട്. അത് വെച്ചിട്ട് കനോലിക്ക് വിളിച്ചു. കനോലിയാണെങ്കിൽ ഊട്ടിയിലാണ്, ഊട്ടിയിൽ നിന്ന് വരാനുള്ള സമയമില്ല. ഈ 2 ശവങ്ങളാണെങ്കിൽ അവിടെ കിടക്കുകയാണ്, എടുത്തുണ്ടാകാൻ ആരുമില്ല. ഈ ഒരു സന്ദർഭം, ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ അച്ചുപണിക്കർ ഒരു കാര്യം പറഞ്ഞു, 1000 മാപ്പിളക്ക് അര അച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കലാപത്തിന് തുടക്കട്ട അച്ചുപണിക്കര് പള്ളിക്കാട്ടപ്പള്ളിയില് ഇരിക്കുന്ന കൈതകത്ത് കുടുംബത്തിലെ ആൾക്കാർ അവർ അലക്കിയിട്ട വസ്ത്രം ഉണ്ടായിരുന്നു പുറത്ത്, അത് ചവിട്ടുകയും അതിൽ തുപ്പുകയും വെറ്റില മുറക്ക് തുപ്പുകയും ചെയ്തിട്ട് പ്രകോപനം ഉണ്ടാക്കുകയും കൂടി ചെയ്ത് അതാണ് ഒരു അടിപിടിയിലേക്ക് എത്തിപ്പെട്ടത്. ആ കൂട്ടത്തിൽ കൈ പിടിച്ച് കിട്ടിയത്. ഏതായിരുന്നാലും കനോലിക്ക് വിവരം കിട്ടിയപ്പോ കനോലി എന്ത് ചെയ്തു? ആക്ടിംഗ് മജിസ്ട്രേറ്റ് മിസ്റ്റർ തോമസ്, ആ തോമസുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം കിട്ടിയ വിവരത്തിന് പട്ടാളത്തിന്റെ സഹായം തേടി. അങ്ങനെ ലഫ്റ്റനന്റ് ഷേക്സ്പിയർ അയാളുടെ നേതൃത്വത്തിൽ 40 ശിപായിമാരെ മുട്ടിച്ചിറയിലേക്ക് പോസ്റ്റ് ചെയ്തു. അവര് മുട്ടിച്ചിറയിലേക്ക് എത്തി. അവരുടെ സഹായിയായിട്ട് മിസ്റ്റർ പ്ലാറ്റേലും അതേപോലെ തന്നെ ലഫ്റ്റനന്റ് ഷേക്സ്പിയർ, ഈ 2 പേരുടെ നേതൃത്വത്തിൽ 40 ശിപായിമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ പട്ടാളക്കാർക്കാണ് ശിപ്പായി എന്ന് പറയാം, മറ്റേടത്തിന് സോൾജിയേഴ്സ് എന്ന് പറയും. ശിപ്പായിമാരുടെ നേതൃത്വത്തിൽ 40 ശിപ്പായിമാർക്ക് നേതൃത്വം കൊടുത്തിട്ട് ഇവർ നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞ് കനോലിയും കുതിരപ്പുറത്ത് അവിടെ എത്തി. പള്ളി വളഞ്ഞിരിക്കുകയാണ്. പള്ളി വളഞ്ഞിട്ട് ആരെയും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. കൈതകത്ത് മൊയ്തീൻകുട്ടി സാഹിബും കുഞ്ഞാലൻകുട്ടി സാഹിബും അടക്കം ആൾക്കാർ വള്ളിക്കാട്ട പള്ളിൻ്റെ ഉള്ളിലാണ്. ഇതിന് 3 ഭാഗം വളഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വളയാൻ പറ്റില്ല, കാരണം അവിടെ കാടാണ്. ആ ഭാഗത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ് നടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം നോമ്പറക്കാനും അത്താഴത്തിലുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടത് ആരാ എത്തിച്ചു കൊടുക്കുന്നത്? കൈതകത്ത് പതിയിലെ തറവാട്ട് വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്ന പെണ്ണുങ്ങൾ. ഇപ്പൊ ഇവിടെ ഭൂരിപക്ഷം ഇരിക്കുന്ന സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു യുദ്ധം നടക്കാൻ പോവാണ്. ആ യുദ്ധം നടക്കുമ്പോ തങ്ങളുടെ ബാപ്പമാരോ അല്ലെങ്കിൽ തങ്ങളുടെ ആങ്ങളമാരോ ഭർത്താക്കന്മാരോ ആയ കൈതകത്തിലെ തറവാട്ടുകാരനവന്മാർ ചുമരില്ലാത്ത ഓല കൊണ്ട് മറച്ച വള്ളിക്കാട്ട പള്ളിൻ്റെ ഉള്ളിലാണ്. ആ പള്ളി ഏത് നിമിഷവും കത്തിക്കപ്പെടുകയോ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും എന്ന് ഉറപ്പുണ്ടായിട്ടും കൈതകത്തെ പതിയിലെ അവിടുത്തെ തറവാട്ട് വീട്ടിന്റെ പരിസരത്ത് പോത്തിറച്ചിയും കഞ്ഞുണ്ടാക്കിയിട്ട് ചമ്മന്തിയും പൊടിച്ചിട്ട് അത് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് തട്ടത്തിന്റെ അടിയിൽ പൂത്തി വെച്ചിട്ട് പള്ളിയിലേക്ക് എത്തിച്ചു കൊടുത്ത പെണ്ണുങ്ങളുടെ ബാക്കിയാണ് ഇരിക്കണമൊക്കെ. ആ ധൈര്യം നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ആണുങ്ങള് നന്മക്ക് വേണ്ടി പുറപ്പെട്ടാൽ, തിന്മക്കല്ല, ആണുങ്ങൾ നന്മക്ക് വേണ്ടി പുറപ്പെട്ടാൽ, സത്യമാണെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള വിഷയത്തിന് പുറപ്പെട്ടാൽ, ആണുങ്ങള് ആ സത്യം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായാൽ ആണുങ്ങളെ കൂടെ നിൽക്കും, സത്യത്തിന് വേണ്ടി കൂടെ നിൽക്കും എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന പെണ്ണുങ്ങളൊന്ന് കൈയൊന്നിച്ചാട്ടെ. ഇത്ര കുറവാന്നറിയാം. ഞാൻ ചോദിച്ച മനസ്സിലായില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നിങ്ങളെ പുരുഷന്മാർ തയ്യാറായാൽ അവരെ കൂടെ ഞങ്ങളുണ്ടാകുമെന്ന് പറയാൻ ധൈര്യമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ കൈപ്പൊക്കി. കൈതകത്തെ മൊയ്തീൻകുട്ടി സാഹിബിന്റെ മക്കള് മതി. ഇങ്ങനെ 4 പെണ്ണുങ്ങളുണ്ടായാൽ നമ്മുടെ നാട് നന്നാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണുങ്ങള് പട്ടാളം വളഞ്ഞു നിൽക്കുന്ന, അവരെ കയ്യിൽ മറ്റേ ബയണറ്റുണ്ട്, തോക്കുകളുണ്ട്, കടാരകളുണ്ട്. അതുമായിട്ട് 40 ശിപായിമാർ വളഞ്ഞിങ്ങനെ നിൽക്കുക. അകത്ത് ധീരരായ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ. അവര് ഈ ശിപായിമാരെ കണ്ടിട്ട് പിന്മാറുന്നവരല്ല. കാരണം എന്താ അറിയോ? അവര് ടിപ്പു സുൽത്താനെ കണ്ടിട്ടുണ്ട്.
ടിപ്പു സുൽത്താന്റെ ധീരതയെക്കുറിച്ച് അവർക്കറിയാം. ബ്രിട്ടീഷുകാർ എന്നെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും രാജാക്കന്മാർക്ക് മുമ്പിലല്ല. 1757 പ്ലാസി യുദ്ധത്തിൽ മീർ ജാഫറയും സിറാജ് ദൗളയും രണ്ട് ചേരിലാക്കിയിട്ട് മച്ചുണിയന്മാരെ തമ്മിൽ തല്ലിച്ചിട്ട് അതിന്റെ ഇടയിൽ കുട്ടനും മുട്ടനും എന്ന ആടുകളെ തല്ലിച്ചിട്ട് ചോര കുടിച്ച കുറുക്കനെ പോലെ ബ്രിട്ടീഷുകാർ ചോര കുടിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കയറി വന്നത്. പിന്നൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ മൈസൂരിന്റെ അതിർത്തിയിലെത്തിയപ്പോ ബ്രിട്ടീഷുകാരന്റെ മുട്ടുവിറച്ചു. കാരണം അവിടെ ധീരനായ ടിപ്പു എന്ന സിംഹമുണ്ട്. ആ സിംഹത്തെ കണ്ടവരാണ് കൈതകത്തെ കാരണവന്മാരെന്നതുകൊണ്ട് 40 പട്ടാളക്കാരുടെ തോക്ക് അവർക്ക് പ്രശ്നമായില്ല. അവരെ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഞങ്ങള് രണ്ടാലൊന്ന് കൽപ്പിച്ചിറങ്ങിയിട്ട് നിങ്ങൾക്കെന്താ ഞങ്ങളൊപ്പം നിൽക്കാൻ പറ്റുമോ? അന്നത്തെ ബീവിമാര് പറഞ്ഞു, നിങ്ങള് നല്ല വഴിയിലാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അവര് കഞ്ഞി വെച്ചു, ആരും കാണാതെ തട്ടത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ കാട്ടിന്റെ അകത്തോട് ചെന്ന് പള്ളിയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ധീരരായ അന്നത്തെ യോദ്ധാക്കള് നോമ്പ് തുറന്നതും അതേപോലെ തന്നെ അത്താഴം കഴിച്ചതും. ഈ കനോലി ഇവിടെ എത്തിയതിനു ശേഷം അയാളെ കയ്യിൽ ഒരു ചെറിയൊരു സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കറുടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും പള്ളിയിൽ നിൽക്കുകയാണ്. 2 ദിവസമായി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പള്ളിയിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഇറങ്ങാത്തവരോട് നിങ്ങൾക്കൊരിക്കലും പള്ളിയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിങ്ങൾ കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ വെടിവെക്കും എന്ന് പറഞ്ഞപ്പോ ഈ പള്ളിന്റെ അകത്ത് നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങള് യഥാർത്ഥത്തില് നോമ്പുകാരാണ്, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചർച്ചക്ക് വരാം, പക്ഷെ രാത്രിയിൽ ചർച്ചക്ക് ഇവർ തയ്യാറില്ല. അതേ സമയത്ത് പകൽ സമയത്ത് വന്ന് ചർച്ചക്ക് നടത്തണം. ആ സമയത്ത് ഞങ്ങൾ നോമ്പുകാരായതുകൊണ്ട് ഞങ്ങളോട് ചർച്ചക്കില്ല, ഞങ്ങളൊരു അന്യായം ചെയ്തിട്ടില്ല, ആ അന്യായം ചെയ്തു എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ ഒന്ന് കീഴടങ്ങാം. പക്ഷെ കനോലി പറയുന്നത്, നിങ്ങൾക്കെതിരെ പരാതിയുണ്ട്, 2 പേര് ഇവിടെ കുത്തേറ്റ് മരിച്ചു കിടക്കുകയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കീഴടങ്ങണം. അങ്ങനെ പലവട്ടം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ പള്ളിന്റെ അകത്ത് നിന്ന് ഒരു ശക്തമായ ചില വചനങ്ങൾ കേട്ടു എന്ന് കനോലി രേഖപ്പെടുത്തുന്നുണ്ട്. ആ കേട്ട വചനം ഇതാണ്: യു ആർ നോട്ട് ഇനഫ് ടു ക്യാപ്ചർ us, not one of you shall return alive. We have been waiting for you these 3 days. Give us 2 narigas time, about 50 minutes, that we may take our kanyi, and then we will come down and meet you, but we will not lay down our arms. ഇത് അയാൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? അതിന്റെ പച്ച മലയാളതാണ്. എടാ കനോലി, ഞങ്ങളെ പിടിക്കാൻ മാത്രം ഈ വലുതായിട്ടില്ല, ഞങ്ങൾ നോമ്പ് നോറ്റ് പള്ളിക്കകത്തുണ്ട്. ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ 1/2 നാഴിക നേരം ബാക്കിയുണ്ട്, അത് ഇയാളെ ഏതാണ്ട് ഒരു 50 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കഞ്ഞി കുടിച്ച ശേഷം എന്നോട് വരാം. അപ്പോഴും ഇയാൾ പറഞ്ഞു, കാത്തു നിൽക്കാൻ നേരമില്ല, നിങ്ങൾ കീഴടങ്ങണം, കീഴടങ്ങിയേ പറ്റൂ. ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ വീണ്ടും പള്ളിക്കകത്ത് നിന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലം സാഹിബിന്റെ ശക്തമായ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇഫ് യു ആർ men, come up here, we are ready for you, we will not surrender ourselves. The sirkar will hang us, we wish to kill and die that we may become shaheed. കുഞ്ഞാലക്കുട്ടി സാഹിബ് എന്താ പറഞ്ഞറിയോ? ആൺകുട്ടികളാണെങ്കിൽ വെറുത്തേക്ക് വിരൽ കൂട്ടിയിട്ടാ പറഞ്ഞത്, ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഞങ്ങൾ നിങ്ങളെ കാത്തിക്കുകയാണ്. ഇത് കേട്ട് ഞങ്ങൾ തരിച്ചുപോയി എന്നാണ് കനോലി പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 40 ആളും 40 ആളെ കയ്യിൽ കത്തിയുണ്ട്, തോക്കുണ്ട്. എന്നിട്ട് ഞങ്ങളെ ചൂണ്ടിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ യഥാർത്ഥത്തിൽ പേടിച്ചു, ഇവരെ കയ്യിൽ നല്ല ആയുധമുണ്ട്. അവരെ റിപ്പോർട്ടും ചെയ്ത് പള്ളിന്റെ അകത്ത് 300 ആളുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറയുന്ന വാക്കെന്താണോ? ഒരിക്കലും we will not surrender, ഒരിക്കലും ഞങ്ങൾ കീഴടങ്ങുന്ന പ്രശ്നമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? സർക്കാർ ഞങ്ങൾക്കെതിരെയുള്ള സമരത്തിൽ ഒരു പക്ഷേ ഞങ്ങളെ തൂക്കിലേക്കാൻ വിധിച്ചേക്കാം, പക്ഷേ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഒന്നുകിൽ നിങ്ങളെ കൊല്ലും,
അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വെടിയേറ്റ് മരിച്ച് ഞങ്ങൾ ഷഹീദുകളായി മാറും. എത്ര ശക്തമായ പ്രഖ്യാപനം! ഇതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ യഥാർത്ഥത്തില് കനോലിക്ക് കഴിഞ്ഞില്ല. അവർക്ക് പേടിയും കൂടി. ഇത് എവിടെ ചെന്നാണ് സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ തരത്തിലേക്ക് ശക്തമായ മറുപടികളാണ് പള്ളിക്കകത്തുനിന്ന് വരുന്നത്. ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി ഇവരുമായി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവരൊരു കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ വേറൊരു ഭാഗത്ത് കനോലി പറയുന്നുണ്ട്, ഈ മാപ്പിളമാർക്ക് മരിക്കാൻ പേടില്ല. കാരണം എന്താ വെച്ചാൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി മരിച്ചാൽ അവർ ശുഹദാക്കളാണ് എന്ന് ഇസ്ലാമിൽ ഒരു വലിയ കൽപ്പനയുണ്ട്. ആ ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം ശുഹദാക്കളായി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ടെന്നതുകൊണ്ട് മരിക്കാൻ തീരെ പേടിയില്ലാത്തൊരു വർഗമാണ് മാപ്പിളമാരെന്ന് കനോലി എഴുതി വെക്കുന്നുണ്ട്. ആ ഒരു തരത്തിൽ ഇനി ഇവരെ പിടിച്ചാൽ കിട്ടൂല, ഇവരെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. 4 പട്ടാളക്കാരെ കനോലി എന്ത് ചെയ്തു? പള്ളിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു ഇവരോട് സംസാരിക്കാൻ. ഈ പട്ടാളക്കാർ തോക്കും പിടിച്ചിങ്ങനെ 4 ആൾ വരണ് കണ്ടപ്പോ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ട തക്ബീറായി. അല്ലാഹു അക്ബർ കുഞ്ഞാനക്കുട്ടി സാഹിബ് ഏറ്റു ചൊല്ലിക്കൊടുത്തു. അതേറ്റ് മൊയ്തീൻകുട്ടി സാഹിബ് അടക്കമുള്ളക്കാർ ഉറക്ക തക്ബീറില്ലാണ്. അപ്പൊ അവരോട് കനോലി പറഞ്ഞു, നിങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണ്ട, നിങ്ങളോട് സംസാരിക്കാനാണ് 4 ആളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവര് വരുന്നു. അപ്പൊ തക്ബീർ നിർത്തി. 2 ആള് അകത്ത് കയറിയപ്പോ ഓരോ കയ്യിൽ ഷൂസ് ഉണ്ട്, കാൽമ ഷൂസ് ഉണ്ട്. മൊയ്തീൻകുട്ടി സാഹിബ് പറഞ്ഞു, അത് ഊരിച്ച്. ഇതെന്റെ അജൂർ കച്ചേരി അല്ല, ഊരിച്ചിട്ട് അകത്ത് കയറാം. ഒരാളെ ഊരാതാണ്ട് കടന്നപ്പോ കൊടുത്തു ചകിട്ടത്തൊന്ന് അങ്ങനെ ഊരിച്ചിട്ട് സംസാരിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അത് ഞങ്ങൾക്ക് പറയാനുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഞങ്ങളത് പിന്നെ മഗ്‌രിബില് ബാങ്ക് കൊടുത്ത് കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാം, എന്നല്ല കീഴടങ്ങുന്ന പ്രശ്നമില്ല. ആ സമയത്ത് രണ്ടാമത്തെ 2 ആളകത്ത്, ബാക്കി 2 ആൾ കൂടി അകത്തേക്കണ്ട് കയറിയപ്പോ കനോലി പറയാ, ആ പള്ളിയിലുള്ള ഒരു വാക്ക് കേട്ട്, ഈ വാക്ക് കേട്ട ഇത് എന്തോ വലിയൊരു ഭീകരമായൊരു വർത്താനാന്ന് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഹംക എന്ന് കേട്ടാൽ മാറിക്കോണം, അല്ലെങ്കിൽ മാപ്പിളാടത്ത് തല്ലിട്ടെന്നാണ് കനോലി പുസ്തകത്തിൽ എഴുതിച്ചത്. സത്യത്തില് അവർക്ക് വിളിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചീത്തപ്പതി ഹംക എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നല്ല അർത്ഥമുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും ചുരുങ്ങിയത് അതൊന്നല്ലല്ലോ വിളിക്കുക. അവർക്കന്ന് വിളിക്കാൻ പറ്റിയ ചീത്തപ്പത ഹംക. ഈ ഹംക എന്ന് കേട്ട മാറിക്കോളണം എന്നാണ് കനോലി ഇവർക്ക് കൊടുത്ത നിർദ്ദേശം. കാരണം അത് അവസാനത്തെ വിളിയാണ്. ഈ ഹംക എന്ന് കേട്ടു. ഹംക എന്ന് കേട്ടപ്പോ ഇയാൾ എന്ത് പറഞ്ഞു? ഇനി രക്ഷയില്ല, അവരോട് പിന്നെ നല്ല നിലയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല, ഒന്നുകിൽ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ അകത്തേക്ക് കയറുക. ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഓതച്ചേരി കല്ലാവൂർ കുഞ്ഞികൃഷ്ണൻ നായർ എന്ന് പറയുന്നൊരു ശിപ്പായി, അയാള് നേരെ പള്ളിനുള്ളിലേക്കാണ് കയറിയിട്ട് ഒരാളെ നേരെ ഈ ബാണറ്റോണാണ് കുത്തി. ആ കുത്തിയ സമയത്ത് ഈ ബഹുമാനപ്പെട്ട കൈതകത്ത് കുഞ്ഞാനക്കുട്ടി സാഹിബ് നേരെ മുന്നോട്ട് വന്നിട്ട് ആ ശിപ്പായിയെ തിരിച്ചു കുത്തി. ആ കുത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തന്റെ അടിയില് 2ാമത്തെ ശിപ്പായി വന്നിട്ട് വീണ്ടും നമ്മളെ പള്ളിക്കകത്തുള്ള ഒരാളെ കുത്തിയപ്പോ അദ്ദേഹം വേദന കൊണ്ട് കരഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബിന്റെ കയ്യിൽ ഒരു മടവാൾ ഉണ്ടായിരുന്നു. ആ മടവാൾ കൊണ്ട് ശിപ്പായി തലക്കൊരു വെട്ടി കൊടുത്തു. ആ തല 2ആയിട്ട് പിളർന്നു. അതോടുകൂടി അദ്ദേഹം വീണു. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഒരു ശിപ്പായി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കനോലിയോട് പറഞ്ഞു, ഇവിടെ ഭീകരമായ യുദ്ധം നടക്കുകയാണ്, ഒരാൾ തല പൊട്ടിയിരിക്കുന്നു. ഉടൻ തന്നെ ഇയാൾ ഫയർ വെടിവെക്കാൻ ഉത്തരവിട്ടു. 40 ശിപായിമാർ ഒന്നിച്ചകത്തേക്ക് കണ്ട് കയറി ശക്തമായി വെടിവെപ്പ്. കനോലി രേഖപ്പെടുത്തുന്ന സംഭവം എന്താന്ന് വെച്ചാല്, ശക്തമായി വെടിവെപ്പ് ആരംഭിച്ചിട്ട് ഒരു കുട്ടി പോലും വള്ളിക്കാട്ട പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഓടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജാഫർ ഖാന്റെ ചരിത്രമല്ലേ നമുക്ക്. ബഹുമാനപ്പെട്ട ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് രണാങ്കണത്തിൽ മരിച്ചു വീണപ്പോ കണ്ട കാഴ്ച, അദ്ദേഹത്തിന്റെ മുൻഭാഗത്ത് ഒരു തിരി പോലും ഇറച്ചി ഉണ്ടായിരുന്നില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് തെറിച്ചു പോയിരുന്നു വെട്ടേറ്റിട്ട്. അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് ഒരു വെട്ടുപോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും തിരിഞ്ഞോടാൻ ശ്രമിച്ചിട്ടില്ല. ധീരനായ പോരാളി ഇങ്ങനെയാണ്. കൈതകത്തെ കുടുംബത്തിലെ ധീരരായ പോരാളികൾ ഈ 40 ശിപ്പായിമാരെ നേരെ പാഞ്ഞെടുത്തു. ഘോരമായ യുദ്ധം. ആ യുദ്ധത്തിന്റെ അവസാനം
അവസാനത്തിൽ വെടിവെച്ചൊക്കെ കഴിഞ്ഞു. എന്താണ് കാട്ടിനുള്ളിൽ നടക്കുന്നതെന്ന് ആർക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും തടവും നടക്കുന്നുണ്ട്, ഇടക്കിടക്ക് വെടിവെച്ച് കേൾക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് നിശബ്ദത പാലിച്ചപ്പോ കനോലിയും കൂട്ടരും പള്ളിക്കകത്തേക്ക് കയറി. അപ്പൊ കാണുന്നത് 11 മാപ്പിളമാരുടെ മയ്യത്താണ്. 11 പേര് മരിച്ചു കിടക്കുന്നു. ആ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാം. അവരാണ് ശുഹദാക്കൾ. ശുഹദാക്കളുടെ എണ്ണത്തിലും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിങ്ങൾക്ക് മുട്ടിച്ചിറ പള്ളിയിൽ പോയി കാണാം. ആ പള്ളിയിൽ 11 ശുഹദാക്കളുടെ പേര് അവിടെ എഴുതി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ പേര് കൈതകത്ത് മുല്ല കുഞ്ഞീശൻ, കൈതകത്ത് കമ്മുകുട്ടി, കൈതകത്ത് പതിയിൽ മൊയ്തീൻകുട്ടി, കൈതകത്ത് എണ്ണക്കാട് മായൻകുട്ടി, കൈതകത്ത് വലിയ കുഞ്ഞാലൻ, കൈതകത്ത് മമ്പുറത്തെ ഓടക്കടവത്തെ വലിയകത്ത് മൊയ്തീൻക. 7 പേരും, ഈ വായിച്ച 7 പേരും കൈതകത്ത് കുടുംബത്തിലെ ശുഹദാക്കളാണ്. ഇനി 8ാമത്തെ ആള് മുണ്ടച്ചിറക്കൽ കുഞ്ഞാപ്പ, 9 തൊപ്പിയിട്ട മമ്മദ്, 10 നായന്നൂർ മൊയ്തീൻ. നായന്നൂർ മൊയ്തീനും കൈതകത്ത് കുടുംബത്തിലെ ബന്ധാണ്, പെങ്ങളെ കെട്ടിച്ച വകയിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 8 ശുഹദാക്കളും കൈതകത്തുന്നാന്ന് പറയാം വേണമെങ്കിൽ. 11ാമത്തെ ആളെ പറ്റി പറഞ്ഞത് നെയിം അൺനോൺ, നോട്ട് കുഡ് the decreased be identified by any one of the numerous presents then present. അവിടെ ഉണ്ടായിരുന്ന ആർക്കും ആ ആളെ തിരിച്ചറിയാൻ പറ്റില്ല. അതൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി കാട്ടിപ്പറ്റി ഗുരുക്കന്മാരിൽപ്പെട്ട 7 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് ഒരു വാമൊഴിയുണ്ട്. ചുരുക്കത്തിൽ 11 പേര് അവിടെ ഷഹീദായി. ആ 11 പേര് ഷഹീദായവരുടെ കൂട്ടത്തില് 7 പേരും കൈതകത്ത് കുടുംബത്തിൽ നിന്നും, ഒരാള് പെൺവഴിക്കുള്ള നായന്നൂരിലെ മൊയ്തീനും ചേർത്ത് പറയുമ്പോ കൈതകത്ത് കുടുംബത്തിൽ മാത്രം 7, കുടുംബം പറയുമ്പോ 8. ഒരാൾ തൊപ്പിയിട്ട മമ്മദ്, ഒരാൾ മുണ്ടച്ചിറക്കൽ കുഞ്ഞാപ്പ, അത് കഴിഞ്ഞാൽ ഒരാളെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ. മുട്ടിച്ചിറ ശുഹദാക്കൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാരാണ്. ഇവരെ ഈ 11 പേരെയും മുട്ടിച്ചിറ ആ പ്രദേശത്ത് പള്ളിയിലിട്ട് പോയാൽ അപകടമാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ബ്രിട്ടീഷുകാർ ആ 11 പേരുടെ മയ്യത്ത് അപ്പ തന്നെ വാരിയെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കലങ്കൊള്ളയാഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മുട്ടിച്ചിറയിൽ നിന്നാണ് കയറിനോർത്ത് ഇടത്ത് ഭാഗത്ത് ഒരു പറമ്പുണ്ട്. ആ പറമ്പിന്റെ പേര് ആലക്കപ്പറമ്പ് എന്നാണ്. ആ ആലക്കപ്പറമ്പിൽ ഒരു കല്ലുവെട്ട് കുഴിയുണ്ട്. ആ കല്ലുവെട്ട് കുഴി കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി നോക്കി, ഏറെക്കുറെ തൂർത്തുകണ്. ഒരു ചരിത്ര സ്മാരകമാക്കേണ്ട സ്ഥലമാണത്. ആ കല്ലുവെട്ട് കുഴിയിൽ 11 പേരെയും ഇട്ടിട്ട് മണ്ണിട്ട് മൂടി. എന്നിട്ട് കനോലി അവിടെ പോലീസുകാരെ നിർത്തി. അവർക്കറിയാം ഈ കിടക്കുന്നത് സാധാരണ മനുഷ്യരല്ല. വിശുദ്ധമായ ഖുർആൻ ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞത് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത. ശുഹദാക്കളെ കുറിച്ച്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശുഹദാക്കളായ ഷഹീദുകളെ കുറിച്ച് അവർ മരിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ട, നിങ്ങൾ കരുതേണ്ടതില്ല. പകരം അവർ ജീവിച്ചിരിക്കുന്നവരാണ്, ഭക്ഷണം നൽകപ്പെടുന്നവരാണെന്ന് നേരത്തെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. ശുഹദാക്കൾക്ക് അത്ര പ്രസക്തിയുണ്ട്. ആ ശുഹദാക്കളെ അവരുടെ രക്തവും അവരുടെ ശരീരവും നമുക്ക് പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ശുഹദാക്കൾ അവിടെ വെച്ച് പൊറുപ്പിക്കില്ല. അവർക്ക് അവിടെ സ്മാരകങ്ങൾ ഉണ്ടാകുമെന്നും ഈ ശുഹദാക്കളുടെ ചുടു രക്തത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന ഇനിയും 10,000-കണക്കിന് മനുഷ്യർ ഉയർന്നു വരുമെന്ന് ബോധ്യമുള്ള ബ്രിട്ടീഷുകാര് ഒരു കാര്യം ചെയ്തു. ഇത് പന്നിയങ്കരയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഈ മയ്യത്തുകൾ രാത്രിയിൽ എടുത്തിട്ട് തിരൂരിലേക്ക് കൊണ്ടുപോയി ട്രെയിൻ മാർഗം പന്നിയങ്കരയിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വിവരം കേട്ടറിഞ്ഞ നമ്മുടെ നാട്ടിലെ ആൾക്കാര് ബഹുമാനപ്പെട്ട തങ്ങളടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. മമ്പ്രം തങ്ങളടുത്തേക്ക്. മമ്പ്രം തങ്ങള് വിഷയങ്ങളൊക്കെ കേട്ടറിഞ്ഞു. ഇതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, 2 ദിവസമായിട്ട് പണിക്കരുടെയും അച്ചുപണിക്കരുടെയും ശവം അവിടെ കിടക്കുകയാണ്. അത് കൊനോല് കൊണ്ടുപോയി കച്ചേരിയിലേക്ക് കൊണ്ടുപോയി. ഏതായിരുന്നാലും ഈ വിവരം മമ്പ്രത്തെ തങ്ങളെടുത്തെത്തി. മമ്പ്രത്തെ തങ്ങള് ഒരു നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഒരു അഭിപ്രായം വാമൊഴിയായിട്ട് മുട്ടിച്ചിറയിലുണ്ട്. കുറെ കഴിഞ്ഞിട്ടാണ് ആ മയ്യത്ത് അവിടെ നിന്ന് എടുത്തതെന്ന് പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെട്ടത് അങ്ങനല്ല.
മമ്പർത്ത തങ്ങള് അദ്ദേഹത്തെ കാണാൻ പോയ ആൾക്കാരോട് പറഞ്ഞു, രാത്രി പോലീസുകാര് ഉറക്കം വരുന്ന സന്ദർഭം നോക്കിയിട്ട് അവിടെ ഇരച്ചു കയറുക, പോലീസുകാരെ പായിപ്പിക്കുക, അടിച്ച് പായിപ്പിച്ചിട്ട് മയ്യത്തെടുക്കുക, എന്നിട്ട് കൊണ്ടുവന്നിട്ട് വള്ളിക്കാട്ട പള്ളിയിൽ ഷഹീദായ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുക. പക്ഷേ മറവ് ചെയ്ത സ്ഥലം ആർക്കും കാണാത്ത രൂപത്തിൽ പുല്ലുകൊണ്ട് മറച്ചു കളയുക. അങ്ങനെയാണ് രാത്രിയിൽ പോലീസുകാര് നല്ലോണം കാവലെന്ന്. പക്ഷെ ഏത് പോലീസുകാരനും ഉറങ്ങിപ്പോണൊരു നേരമുണ്ടല്ലോ, ആ നേരത്ത് ഉറങ്ങാതെ നമ്മുടെ ധീരരായ ആൾക്കാര് അവിടെ കയറി ചെന്ന് വടിയും കുന്നും എടുത്ത് പോലീസുകാരെ തല്ലി ഓടിച്ചു. പോലീസുകാര് വലിയറമ്പ് പാടത്തുകൂടെ ഓടിക്കൈസിലായി. ആ കല്ലിട്ടുകുഴിയിൽ നിന്ന് ആ മയ്യത്തുകൾ 11 പുറത്തെടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് വള്ളിക്കാട്ട പള്ളിയിൽ ആരും കാണാതെ കുഴി കുത്തി, ഒറ്റ കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ അത് മറവ് ചെയ്തു. 10 ആളെ മറവ് ചെയ്തപ്പോ 11ാമത്തെ ആളെ മറവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ അത് ചിലപ്പോ എന്താവും, മൂടുകല്ലിന്റെ മേലേക്ക് വരുമോന്നിങ്ങനെ വിചാരിച്ചിട്ട് വിഷമിച്ചെടുക്കുമ്പോ കണ്ട കാഴ്ച, വിഷമിച്ചിരിക്കുമ്പോ ആ മയ്യത്തൊന്ന് അമർന്നു എല്ലാം. അപ്പൊ 11ാമത്തേൽ വെച്ചു. അങ്ങനെ 11 മയ്യത്തും വെച്ച് അത് മൂടുന്നത് എങ്ങനെയാണ്? മൂടുകല്ലല്ല, പച്ചമുള വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിന്റെ മേലെ പാകിയിട്ട്, പച്ചമുളക്ക് ഇല്ലിക്കോലും നമ്മുടെ പഴയ കാലത്തെ വീടിന് വലിയ പ്രസക്തി ഉണ്ട്. പണ്ടത്തെ വീടൊക്കെ പച്ച ഇല്ലിക്കോലും പച്ചമുളയും വെച്ച് അതിന്റെ മേലെ മണ്ണിടുകയാണ് ചെയ്യുക. അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, പച്ചമുള ഒരിക്കലും മണ്ണിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങൂല, അത് എപ്പോഴും ആ ഒരു സ്പിരിറ്റ് തന്നെ നിൽക്കും. രണ്ടാമത്, ഏതെങ്കിലും കള്ളം വന്നു കണ്ട് ചുമര് തുറന്ന് ഉള്ളിൽ കയറാൻ നിന്നാൽ അവന്റെ ഇല്ലിക്കോലുകൊണ്ട് അവന്റെ ശരീരം മുഴുവനും കോരി നാശാവും. ഈ 2 ഹിക്മത്ത് കൊണ്ടാണ് പണ്ട് ചുമരുണ്ടാക്കിയിരുന്നത്. ഏതായിരുന്നാലും ഈ മുള വെട്ടിക്കൊണ്ടുവന്നിട്ട് പച്ചമുള വെട്ടി പാകി അതിന്റെ മേലെ മണ്ണിട്ട് അപ്പുറത്തിപ്പുറത്തുനിന്നൊക്കെ പുല്ലുകൾ ചെത്തിക്കൊണ്ടുവന്ന് ആ പുല്ലുകൾ ഇതിന്റെ മേലിട്ട് ഇപ്പൊ നോക്കുമ്പോ അവിടെ മുമ്പത്തെ പോലെ പുല്ലുള്ള ഒരു സ്ഥലമാണ്, വള്ളിയുള്ള സ്ഥലമാണ്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മയ്യത്തുണ്ടെന്ന് ആർക്കും അറിയില്ല. ആ തരത്തിൽ 11 പേരും മയ്യത്ത് അവിടെ മറവ് ചെയ്തു, മേലെ പുല്ല് വെച്ചു. പിൽക്കാലത്ത് ഒരാൾ നേർച്ചയായി കൊണ്ടുവന്ന ഒരു മീസാങ്കല്ല്, ഒരു പൊത്തുള്ള മീസാങ്കല്ല്, അത് അവിടെ ഉണ്ട്, ഇപ്പോഴും പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട്. ആ മീസാങ്കല്ലിന്റെ ഈ പൊത്തിലാണ് വിളക്ക് വെക്കുക. രാത്രിയില് അവിടെ സിയാറത്തിൽ പോകുന്നവർക്കും അവിടെ ഓതാനൊക്കെ വേണ്ടിയിട്ട് ഒരു വിളക്ക് വെക്കാൻ വേണ്ടി ഒരു പൊത്തുണ്ടാക്കിയിട്ട് അതിൽ വിളക്ക് വെക്കും. ആ കല്ല് ഒറ്റക്കല്ല് മീസാൻ, 11 പേർക്കും കൂടി ഒറ്റ മീസാനാണ്. ആ മീസാൻ അവിടെ ഇപ്പോ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ആ 11 പേരും അവിടെ മയ്യത്ത് മറവ് ചെയ്ത് വളരെ സന്തോഷപൂർവ്വം അവിടെ നിന്ന് ആൾക്കാർ തിരിച്ചു പോന്നു. ഏതായിരുന്നാലും ഈ തരത്തിലാണ് മമ്പറത്ത് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ കല്ലൊട്ടുകുഴിയിൽ നിന്ന് മയ്യത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കിയത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മയ്യത്തുകൾ കൊണ്ടുവരുമ്പോ ആ മയ്യത്തുകളെ അവിടെ മറവെയ്ത് ആ കല്ലിൽ മണ്ണോട് കൂടിയിട്ട് മറവ് ചെയ്തിട്ട് പോലും ആ മയ്യത്ത് കൊണ്ടുവന്ന് ഈ പള്ളിക്കാട്ട പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അപ്പോഴും ഉണങ്ങാതെ ആ രക്തം ആ സമയത്ത് പൊടിഞ്ഞ് അവർ നിറ്റുന്നുണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന പുതുമണവാളന്മാരെ പോലെ സൗമ്യമായിട്ട് ഉറങ്ങുന്ന 11 പേരെയാണ് ഈ കൊണ്ടുവന്നവർക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ശുഹദാക്കളെ പറ്റി നിങ്ങൾ മരിച്ചു എന്ന് കരുതണ്ട, അവരങ്ങനെ ജീവിക്കുന്നത് പോലെ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഏതായിരുന്നാലും ഈ തരത്തിൽ ശുഹദാക്കളെ മറവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കൊണോലി ചില കുറ്റസമ്മതങ്ങൾ നടത്തുന്നുണ്ട്. ആ കുറ്റസമ്മതം എന്താണെന്നറിയോ? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇവിടെ പലയിടത്തും നടന്ന പല രക്തസാക്ഷികളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ഹിന്ദു മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിന്റെ സംഘടനകളൊക്കെ പലതുണ്ട്. പക്ഷേ മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ ശുദ്ധമായ ബ്രിട്ടീഷ് വിരുദ്ധമാണ്. ഒരിക്കലും ഒരു തിന്മയുടെ ചെറിയൊരു സ്പർശം പോലും അവിടെ വന്നിട്ടില്ല, മതപരമായ സ്പർശം വന്നിട്ടില്ല. തികച്ചും ബ്രിട്ടീഷ് വിരുദ്ധമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 11 പേരും അവിടെ മരിച്ചു വീണിട്ടുള്ളത് എന്ന സത്യം. അതുകൊണ്ട് രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ, രാജ്യത്തിന്റെ സമരചരിത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ ഇരിക്കുന്ന സ്ത്രീ പുരുഷന്മാര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അഭിമാനത്തോടെ പറയണം, ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. രാജ്യത്തിന്റെ അവകാശ തർക്കങ്ങൾ വരുമ്പോ ഈ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പിതാമഹന്മാരാണ് 11 പേർ രക്തം ചിന്തി മരിച്ചിരിക്കുന്നത്. ആ ബോധത്തോടുകൂടി രാജ്യത്തോടുള്ള കടപ്പാട് രേഖപ്പെടുത്താൻ കഴിയുന്ന കുടുംബം കൂടിയാണ് നിങ്ങൾ എന്ന ബോധ്യമുണ്ടായിരിക്കണം. ഒന്നും കൂടി അത് അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ കനാലുടെ കുറ്റസമ്മതം.
അയാൾ പറയാണ്, കിട്ടുവും താച്ചുപണിക്കരും കൂടി ഇല്ലാത്ത കാര്യം പെരുപ്പിച്ചു എന്ന് എനിക്ക് ബോധ്യായി. അതിൽ തന്നെ മനസ്സിലായല്ലോ സത്യം കൈതകത്ത് കുടുംബത്തിന്റെ കൂടെയായിരുന്നു. 2, ഒരു ചെറിയ പള്ളിയില് 300 ആൾക്കാർ തടിച്ചുകൂടി എന്ന് പറയുന്ന പെരുപ്പിച്ചൊരു കണക്ക് തെറ്റായിരുന്നു ഞങ്ങൾക്ക് ബോധ്യായി. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ 11 ഷഹീദുകളുടെ മയ്യത്തല്ലാതെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നവർ പറഞ്ഞു. അതേസമയത്ത് ഒരുക്കങ്ങൾക്ക് വേണ്ടി കാട്ടിപ്പെട്ടി ഗുരുക്കന്മാരെ കൂട്ടത്തിൽ ആൾ വന്നിരുന്നു, സത്യമാണ്. ഒരു പക്ഷേ യുദ്ധം അവസാനിച്ചവർ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ 300 എന്ന് പറയുന്ന പെരുപ്പിച്ച സംഖ്യ ശരിയായിരുന്നില്ല. പള്ളിയിൽ നിറച്ചു ആയുധമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പുറത്തുനിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോ അവർക്ക് കയ്യിൽ ആയുധമുണ്ട് ഞങ്ങൾ പേടിച്ചല്ലോ. യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയ ആയുധം എത്രയെന്നറിയോ? 2 അരിയ കത്തി, 2 ചെറിയ കത്തി, 15 താഴെയുള്ള ചെറിയ പീച്ചാങ്കത്ത്. ഇതാണ് ആകെ കിട്ടിയത്. അപ്പൊ ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. ആ ഷഹീദുകള് ഉറച്ച ഈമാനിക ആവേശത്തിലാണ് ശുഹദാക്കളായിട്ട് മാറിയത്. അപ്പോ കനോലി പറയാണ്, ഷഹീദുകൾക്ക് സ്വർഗരാജ്യമുണ്ടെന്ന് കരുതുന്നവരാണ് മാപ്പിളമാർ. അവരോട് സൂക്ഷിച്ചു വേണമായിരുന്നു കൈകാര്യം ചെയ്യാൻ. ആ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് ഇനി ഇവിടെ ഈ ശുഹദാക്കളിൽ നിന്ന്, ഈ ഷഹീദുകളായ മാപ്പിളമാരിൽ നിന്ന് ശക്തിയുള്ള ഒരുപാട് ആൾക്കാർ കടന്നു വരും. മാത്രമല്ല അവര് ഏത് ശക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പോടാ ഹമുക്കേ എന്നൊരൊറ്റ വിളി മതി അവിടെ കരുത്ത് കാണിക്കാൻ എന്ന് കനോലി രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കുറ്റസമ്മതത്തിൽ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കട്ടെ, ഇവിടെ ഇനി ധാരാളം പരിപാടി നടക്കാനുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരോടും അതേപോലെ തന്നെ ഉപ്പമാരോടും സഹോദരങ്ങളോടും പറയാനുള്ളത്, കൈതകത്തിന്റെ കുടുംബ ചരിത്രം ഏതെങ്കിലും മറ്റു കുടുംബത്തെ പോലെ നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു ചരിത്രമല്ല. ധീരരായ രക്തസാക്ഷികൾ സൃഷ്ടിക്കാനും ഒരു പ്രദേശത്ത് മുഴുവനും ഒരു ഇസ്ലാമികത്തിന്റെ സംസ്കാരം വ്യാപിക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങി പള്ളി ഉണ്ടാക്കി അവിടെ സ്വന്തം ജീവനും രക്തം കൊടുത്തുകൊണ്ട് അവർ ധീരരായ രക്തസാക്ഷിത്വം വരിച്ച വലിയൊരു കുടുംബത്തിന്റെ പിൻഗാമികളാണ് ഇരിക്കുന്നത്. ആ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ രക്തമാണ് നിങ്ങളുടെ സിരകളിൽ ഓടുന്നത് എന്ന ബോധമുണ്ടായിരിക്കണം. നിങ്ങളിൽ നിന്ന് ഈ ചരിത്രം നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തണം. ഞാൻ സ്പീഡിൽ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ കാലവും നേരവും നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കാം. പക്ഷേ ഇപ്പറഞ്ഞത് വാമൊഴിയല്ല, രേഖാപരമായി എഴുത്തപ്പെട്ട ചരിത്ര രേഖകളാണ്. അതുകൊണ്ട് കേട്ട ചരിത്രം നിങ്ങളുടെ മക്കളോൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നെങ്കിലും ഒന്ന് കൂടെ ഇരുത്തിയിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ ധീരതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവിടെ ഇസ്ലാമിക രൂപത്തെക്കുറിച്ചും ഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവരുടെ പെണ്ണുങ്ങൾ കാണിച്ച ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞ പല ആശങ്കകളും, ചാടിപ്പോകലുകള്, വിട്ടുപോകലുകള്, പാപ്പാനുസരിക്കാതിരിക്കല് ഒന്നുണ്ടാവില്ല. കാരണം എന്താ അറിയോ? ഒന്നുമില്ലെങ്കിലും ഈ കുടുംബത്തിന് ശുഹദാക്കൾ സാക്ഷികളാണ്, കാവലുകളാണ്, അവിടെ പൊരുത്തുള്ള പേരമക്കളാണ് നിങ്ങള്. അള്ളാഹു ഈ പോരിശയും ഈ പരിശുദ്ധിയും നമുക്ക് എന്ന് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈതകത്ത് കുടുംബ ചരിത്രം വളരെ ഹൃദ്യമായി അവതരിപ്പിച്ച ബഹുവന്യനായ അബൂബക്കർ മാസ്റ്റർ പടിക്കൽ കൈതകത്ത് കുടുംബ സംഗമത്തിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം കൈതകത്ത് കുടുംബത്തിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി അബുട്ടി ഹാജി കൊളപ്പുറം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുവന്യനായ അബൂബക്കർ മാസ്റ്റർ പടിക്കൽ അവരുടെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു.